മഴക്കാറ് മൂടിയ ബാംഗ്ലൂരിലെ ഒരു സായാഹ്നം. "റഷീക്ക, ഒരു ചായ കുടിക്കാൻ പോയാലോ?" ഇത് കേട്ട് ഞാൻ മുഖമൊന്ന് ഉയർത്തി നോക്കി. രാജേഷാണ്. ആളൊരു പുഞ്ചിരിയോടെ നിൽക്കുന്നു. ആൾക്ക് ചായ അല്ല, സിഗരറ്റാണ് വേണ്ടത്. എനിക്കതറിയാം. ഞാൻ കസേരയിൽ ഇരുന്നു കൊണ്ട് നടുനിവർത്തി പറഞ്ഞു. "ശരി, പോവാം. ഒരു ചായ കുടിച്ചാൽ ഉഷാറാവും." "എടോ, ആ മെയിൽ അയച്ചോ?" ഞാൻ രാജേഷിനോട് ചോദിച്ചു. "അത് ഉച്ചയ്ക്ക് തന്നെ അയച്ചു," രാജേഷ് പറഞ്ഞു. ഞാനും രാജേഷും ബാംഗ്ലൂരിൽ ഒരേ ഓഫീസിലാണ് ജോലി. ഞങ്ങൾ ഒന്നിച്ചിറങ്ങി. സമയം 4 മണി ആവാറായി. ചൂട് ചായ ഊതിക്കൊണ്ട് ഞാൻ പറഞ്ഞു. "എടോ, ജോസഫ് വിളിച്ചിരുന്നു. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു." പെട്ടെന്നെന്തോ ഓർത്ത പോലെ രാജേഷ് പറഞ്ഞു. "ആ, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ്റെ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനമാണ്. ആയുർവേദ ക്ലിനിക്ക്, തിരുവനന്തപുരത്ത്. നിങ്ങളോട് അത്യാവശ്യമായി വിളിക്കണമെന്ന് പറഞ്ഞു. കൂടുതലൊന്നും പറഞ്ഞില്ല." ഞങ്ങൾ ഓഫീസിലെത്തി. പതിവ് ജോലിയെല്ലാം തീർത്തു. വൈകുന്നേരം റൂമിലെത്തിയ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോഴേക്കും മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി. ഞാൻ മൊബൈൽ എടുത്തു. ഡിസ്പ്ലേയിൽ ജോസഫ് എന്ന് തെളിഞ്ഞു. "ഹലോ, എന്താണ് ജോസഫ് വിശേഷം?" ഞാൻ ചോദിച്ചു. "എടോ, ഒരു ക്ലിനിക്ക് തുടങ്ങുവാ. മറ്റന്നാ ആണ് ഉദ്ഘാടനം," അവൻ പറഞ്ഞു. "എടാ, ഞാൻ അടുത്ത മാസത്തേക്കാണ് ലീവിന് അപ്ലൈ ചെയ്തത്. 2 ആഴ്ച നാട്ടിലുണ്ടാവും. നമുക്ക് കാണാം," ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. ഞാൻ ലീവിന് നാട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞ് ഒരു രാവിലെ ചായ കുടിച്ചുകൊണ്ട് പത്രം വായിക്കുകയാണ് ഞാൻ. പെട്ടെന്ന് ഒരു സ്വിഫ്റ്റ് കാർ വന്ന് വീടിൻ്റെ മുന്നിൽ നിർത്തി. "ഇതാര് ഈ രാവിലെ?" ഞാൻ ആകാംക്ഷയോടെ നോക്കി. "ആ, ജോസഫ്." കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ട് ഞാൻ വിളിച്ചു. "വാ, ഇതെന്തേ ഒരു മുന്നറിയിപ്പുമില്ലാതെ?" ഞാൻ ചോദിച്ചു. ജോസഫ് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. "പിന്നെ എന്താണ് വിശേഷം?" ഞാൻ ഒരു കപ്പ് ചായ ജോസഫിന് കൊടുത്തുകൊണ്ട് ചോദിച്ചു. "എടാ, ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അതാണ് ഇത്രയും രാവിലെ തന്നെ വന്നത്," ജോസഫ് പറഞ്ഞു. "നീ കാര്യം പറ," ഞാൻ അക്ഷമയോടെ പറഞ്ഞു. "എടാ, നിനക്കറിയാലോ ഞാൻ ക്ലിനിക്ക് തുടങ്ങിയ കാര്യം," അവൻ പറഞ്ഞു. ഇപ്പെന്തുണ്ടായി?" ഞാൻ ചോദിച്ചു. "ഇപ്പോ ക്ലിനിക്കാണെങ്കിലും പിന്നെ അതൊരു ഹോസ്പിറ്റലാക്കാനാണ് എൻ്റെ പ്ലാൻ. അതാണ് ആ ബിൽഡിംഗ് വാങ്ങിയത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും ലോണും എടുത്താണ് ക്ലിനിക്ക് തുടങ്ങിയത്." ഞാൻ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. "ആ ബിൽഡിംഗ് ഒരു കേസിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. കുരുവിള വർക്കിയുടെ ആയിരുന്നു ആ ബംഗ്ലാവ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ ബംഗ്ലാവിന് വേണ്ടി ജ്യേഷ്ഠനും അനിയനും തമ്മിൽ തർക്കമായി. വിൽപ്പത്രപ്രകാരം ജ്യേഷ്ഠൻ ആ ബംഗ്ലാവും അനിയന് വീടും അതിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പുമാണ് അദ്ദേഹം എഴുതി വച്ചത്. ജ്യേഷ്ഠൻ സജിയും അനിയൻ ജോസും. കേസ് സജിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് വിൽക്കാമെന്നാണ് എൻ്റെ സുഹൃത്തു കൂടിയായ സജി പറഞ്ഞത്." "എന്നിട്ട്?" ഞാൻ ഇടക്ക് കയറി ചോദിച്ചു. "കേസ് വിധിയായി. സജിക്ക് ആ ബിൽഡിംഗ് കിട്ടി. ഞാനത് വാങ്ങി. രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരും, അതായത് സജി, സജിയുടെ ഭാര്യ സൂസമ്മ, മകൾ സ്റ്റെല്ല എന്നിവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു." "എന്നിട്ട്? നിന്റെ പേരിൽ പോലീസ് കേസോ മറ്റോ?" ഞാൻ ജിജ്ഞാസയോടെ ചോദിച്ചു. "ഇല്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടായില്ല." "എടാ, ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് ആ പ്രശ്നം തുടങ്ങിയത്." ഇത് പറയുമ്പോൾ ജോസഫിൻ്റെ കണ്ണുകളിൽ ഒരു നടുക്കം ഞാൻ കണ്ടു. "എന്താണ് അവിടെയുള്ള പ്രശ്നം?" ഞാൻ ചോദിച്ചു. ജോസഫ് എൻ്റെ നേരെ നോക്കി. തണുത്ത കാലാവസ്ഥയായിരുന്നുവെങ്കിലും അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു. ഒന്ന് ദീർഘമായി ശ്വാസം എടുത്തുവിട്ട ശേഷം ജോസഫ് തുടർന്നു.
ക്ലിനിക്ക് തുടങ്ങി. പുതിയ സ്റ്റാഫായി 2 കുട്ടികൾ വന്നു. ആയുർവേദ നഴ്സിംഗ് കഴിഞ്ഞവർ. ഒരു ടിജോ, പിന്നെ ഒരു ശാലിനി. വലിയൊരു ബംഗ്ലാവായതുകൊണ്ട് അവർക്കുള്ള താമസം മുകളിലെ നിലയിലാണ് തരപ്പെടുത്തിയത്. എന്നിട്ട്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. അന്ന് രാത്രിയിൽ ശാലിനി എന്തോ കണ്ട് ഭയന്ന് നിലവിളിച്ചു. ഇതപ്പോൾ തന്നെ ടിജോ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ വേഗം ക്ലിനിക്കിലെത്തി കാര്യമന്വേഷിച്ചു. അവിടെ ചെന്നപ്പോൾ ശാലിനി ആകെ പേടിച്ചു വിറച്ചിരുന്നു. എന്താണ് കുട്ടി, എന്തുപറ്റി? ഞാൻ ചോദിച്ചു. അത് സാർ, ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി ഹാളിൽ വന്നു. അപ്പോൾ അവിടെ ഒരു രൂപം, പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ നിഴലാവുമെന്ന്. പക്ഷേ ഇത് പറഞ്ഞ് ശാലിനി വിറയ്ക്കാൻ തുടങ്ങി. ഒരു കാറ്റുപോലെ ആ രൂപം മറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു സാർ. എനിക്ക് പേടിയാ. ഇത് പറഞ്ഞ് ആ കുട്ടി കരയാൻ തുടങ്ങി. അന്ന് രാത്രി അവർ 2 പേരും ഞങ്ങളുടെ വീട്ടിലാണ് കഴിഞ്ഞത്. ഇതാണോ പ്രശ്നം? ഞാൻ പുഞ്ചിരിയോടെ ചോദിച്ചു. അല്ല, ഇത് പ്രശ്നങ്ങളുടെ തുടക്കമാണ്, ജോസഫ് പറഞ്ഞു. തുടക്കം? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, പിറ്റേന്ന് മുതൽ ഞാൻ അവർക്ക് ഒരു ഹോസ്റ്റൽ ഏർപ്പാട് ചെയ്തു. ആ കുടുംബത്തിന്റെ മരണശേഷം ആ ബംഗ്ലാവിൽ പ്രേതശല്യമുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. രജിസ്റ്റർ കഴിഞ്ഞ ഉടനെയാണ് അവർ ആത്മഹത്യ ചെയ്തത്. പിന്നെ കുറച്ച് പോലീസ് അന്വേഷണം എല്ലാം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാണ് ഞാൻ ക്ലിനിക്ക് തുടങ്ങിയത്. അപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു. സർ, പ്രേതശല്യമുണ്ട്. പല രാത്രിയിലും ഇവിടെ നിന്ന് ശബ്ദങ്ങളും അലറിക്കരച്ചിലും കേൾക്കാം. ചിലപ്പോൾ ഒരു മങ്ങിയ പ്രകാശം നീങ്ങുന്നത് പോലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആരോ ആ കുട്ടിയോട് പറഞ്ഞിരുന്നു. ചില മനസ്സിലെ പേടി കൊണ്ട് തോന്നിയതാവും, ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഞാൻ കാര്യമായി എടുത്തില്ല. കാരണം ദുർമരണം നടന്ന വീട്ടിൽ ആൾതാമസമില്ലെങ്കിൽ പുതിയ കഥകൾ ആളുകൾ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നതാ ഒരു പക്ഷേ? ഞാൻ ചോദിച്ചു. പിറ്റേന്ന് ഞാൻ രാത്രിയിൽ ആ ബംഗ്ലാവിൽ താമസിച്ചു. അന്ന് ഏകദേശം 12 മണി കഴിഞ്ഞു. ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം. ഞാൻ കിടക്കുന്നതിന് മുമ്പ് പുറത്തേക്കുള്ള എല്ലാ വാതിലും ജനലും അടച്ചതാ. ഞാൻ സംശയത്തോടെ എണീറ്റു നോക്കി. ആ കണ്ട കാഴ്ച ഞാനും നടുങ്ങി. ഒരു വെള്ള പുതച്ച ഒരു രൂപം നടന്നു നീങ്ങുന്നു, കയ്യിലൊരു ചുവന്ന വെളിച്ചവുമായി. അല്പം കഴിഞ്ഞ് എൻ്റെ പിന്നിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിത്തിരിഞ്ഞതും ആ രൂപത്തെ കാണാനില്ല. പിന്നെ ആ ബംഗ്ലാവ് കിടുങ്ങുന്ന പോലെ ഒരു അലർച്ചയും. അതുകൂടെ കേട്ടതോടെ ആ രാത്രിയിൽ തന്നെ ഞാൻ ഇറങ്ങിയോടി. പിറ്റേന്ന് അച്ഛനെ കൊണ്ടുവന്നു വെഞ്ചിരിച്ചു. എല്ലാം ചെയ്തു. പക്ഷേ രാത്രിയിൽ പല പ്രശ്നങ്ങളുണ്ടാവുന്നു. എല്ലാം ആരോ എടുത്തെറിയുന്നത് പോലെയുള്ള ശബ്ദം, അലർച്ച, ഇങ്ങനെ ശല്യം കൂടി വരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലിനിക്ക് തൽക്കാലം അടച്ചു. അടുത്തുള്ള ജോസിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ വീട്ടിലും ആ മരണശേഷം ഇങ്ങനെ എന്തോ ഒന്ന് ഉണ്ടായി. അവർ അത് ഒരു പുരോഹിതനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ വസ്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബംഗ്ലാവിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ബഹളം വെച്ച് വാങ്ങിയ ഒരു പഴയ വിലപിടിപ്പുള്ള വെങ്കലത്തിൻ്റെ കുരിശ് അത് തിരിച്ചു വെച്ചപ്പോൾ ഇവിടെ പ്രശ്നമില്ല. എന്നാ അത് വിൽക്കുകയോ അതല്ലെങ്കിൽ അത് പൊളിച്ച് നല്ലൊരു ഹോസ്പിറ്റൽ കിട്ടിക്കൂടെ ജോസഫ്? ഞാൻ ചോദിച്ചു. എടാ, നിനക്കറിയാലോ എൻ്റെ സമ്പാദ്യമെല്ലാം, പിന്നെ ലോൺ എടുത്തിട്ടല്ലേ അത് വാങ്ങിയത്. അതുകൊണ്ട് അത് വിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രേതശല്യം ഉണ്ടെന്നറിഞ്ഞ് ആരും വാങ്ങാൻ വന്നില്ല. പിന്നെ ജോസ് പറഞ്ഞ തുക വളരെ കുറവും. അവർക്കത് പൊളിച്ച് ഒരു ഹോട്ടൽ പണിയാനാണ്. അതിനാലാണ് അവർ അത് കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തതും എന്ന് പറഞ്ഞു. ഇപ്പോൾ വിൽക്കാനും വയ്യ, പൊളിക്കാനും വയ്യ. ഇനി ആകെയുള്ളൊരു വഴി പ്രേതശല്യം ഒഴിവാക്കി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാനും അവരെ പോലെ
ജോസഫ് ഒരു ഗദ്ഗദത്തോടെ പറഞ്ഞു. ഷേ ജോസഫ്, ടെൻഷനാവാതെ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഞാൻ അവൻ്റെ തോളത്ത് തട്ടി പറഞ്ഞു. എടാ റാഷി, നിനക്ക് എന്തൊക്കെയോ പരിപാടികളില്ലേ പ്രേതത്തെപ്പറ്റി? അതാണ് ഞാൻ നിന്നെ തേടി വന്നത്. മന്ത്രവാദികളെ കണ്ടാൽ ഒരുപാട് പൈസ, പിന്നെ ചിലപ്പോൾ അവരാൽ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ആരെയും പരിചയമില്ല. പറ്റിയാ നീ എൻ്റെ ഒപ്പം വരൂ, ജോസഫ് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ഞാൻ അവനോടൊപ്പം അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു. ഏകദേശം വൈകുന്നേരം 8 മണിയോടെ ഞങ്ങൾ ആ ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി. കാറിൽ നിന്നിറങ്ങി ഞാൻ ചുറ്റും നോക്കി. ഒരു വലിയ ബംഗ്ലാവ്, ബ്രിട്ടീഷ് കാലത്ത് പണിത പോലെ ഒന്ന്. ഇതാണ് എൻ്റെ ക്ലിനിക്ക്, ജോസഫ് പറഞ്ഞു. ഞാൻ ചുറ്റും നോക്കി. ജോസഫ് വാതിൽ തുറന്ന് അകത്ത് കടന്നു. കയറി വാ, ജോസഫ് എന്നെ വിളിച്ചു. ഞാൻ അകത്തേക്ക് കയറി ചുറ്റും നോക്കി. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഫോട്ടോയെല്ലാം ഭിത്തിയിൽ തൂക്കിയിരിക്കുന്നു. ഞാൻ അല്പം കൂടി മുന്നോട്ട് നടന്നു. അവിടെയുള്ള ഒരു പഴയ മുറി അടച്ചിട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് തുറക്കാൻ തുടങ്ങിയതും, എടാ, ആ മുറി, അത് തുറക്കരുത്, ജോസഫ് വിളിച്ചു പറഞ്ഞു. ഏ, എന്താ പ്രശ്നം? ഞാനൊരു ഞെട്ടലോടെ പിന്നോട്ട് മാറി ചോദിച്ചു. അത്, ആ മുറിയിലാണ് ആ കുട്ടിയുടെ മൃതദേഹം കണ്ടത്. രാത്രി എല്ലാ ശബ്ദവും തുടങ്ങുക ആ മുറിയിൽ നിന്നാണ്, ജോസഫ് പേടികലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എങ്കിൽ എനിക്ക് ഈ മുറിയൊന്ന് തുറന്നു കാണണം. ഞാൻ വാതിലിൻ്റെ സാക്ഷയിൽ പിടിച്ച് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് വേണോ? ആ കുരിശ് ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, ജോസഫ് പറഞ്ഞു. ഓക്കെ ശരി, ഇപ്പോൾ വേണ്ട, പിന്നെ മതി. ഞാൻ ഈ ബംഗ്ലാവ് ഒന്ന് ചുറ്റി കാണട്ടെ, ഞാനൊരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ശരി വാ, ഇത് പറഞ്ഞ് ജോസഫ് നടന്നു. ഞാൻ ചുറ്റും നോക്കി. കരിങ്കല്ല് കൊണ്ട് പണിതീർത്ത ബംഗ്ലാവ്. അവിടെയായി ചിലന്തി വലകളും അതിൽ കുരുങ്ങിയ പ്രാണികളെയും കണ്ടു. ആ, ഇതാണ് കൺസൾട്ടേഷൻ റൂം. ഇത് ഒരു ബെഡ്റൂം ആയിരുന്നു. പിന്നെ ഹാളിൻ്റെ അടുത്തായതുകൊണ്ട് ഈ ഹാളിൽ പേഷ്യൻസിനെ ഇരിക്കാം, ഒരു വലിയ മുറി കാണിച്ച് ജോസഫ് പറഞ്ഞു. ബാക്കി മുറികൾ, ഞാൻ ചോദിച്ചു. ബാക്കിയുള്ള 3 മുറികൾ ട്രീറ്റ്മെൻറ്റ് റൂം ആക്കി മാറ്റി. പിന്നെ ഒരു കിച്ചൺ, അതപ്പുറത്ത്. മുകളിലൊരു വലിയ ഹാൾ, ഇതുപോലെ 3 മുറി, പിന്നെ മറ്റൊരു ഹാൾ. അത്രയുമാണ്, ജോസഫ് പറഞ്ഞു. അന്ന് സ്റ്റാഫ് താമസിച്ചത് മുകളിലല്ലേ? ഞാൻ സ്റ്റെയർകേസിൻ്റെ വശങ്ങളിൽ പിടിച്ച് മുകളിലേക്ക് നോക്കി ചോദിച്ചു. അതെ, ജോസഫ് പറഞ്ഞു. അവർ അന്ന് പെൺകുട്ടിയുടെ നിഴലല്ലേ ആത്മാവിനെ കണ്ടു എന്ന് പറയുന്നത് മുകളിലല്ലേ? ഞാൻ സംശയഭാവത്തിൽ ചോദിച്ചു. അതെ. എന്താണ്? ജോസഫ് ചോദിച്ചു. അപ്പോൾ പിന്നെ ശബ്ദത്തിൻ്റെ ഉറവിടം താഴത്തെ മുറിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ കയ്യിലിരുന്ന ബാഗിൽ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. അതെ അതെ, സ്റ്റാഫ് പോയ ശേഷം ഞാനൊരു രാത്രി ഇവിടെ തങ്ങി. അന്ന് ഞാൻ ഹാളിലെ സോഫയിലാണ് കിടന്നത്. അന്ന് രാത്രി ആ മുറിയിൽ നിന്നുമാണ് ശബ്ദം കേട്ടു തുടങ്ങിയത്, ജോസഫ് പറഞ്ഞു. എന്ത് ശബ്ദമാണ് കേട്ടത്? ഞാൻ ചോദിച്ചു. അത് ആദ്യം എന്തോ ഒരു വലിയ തടിയുടെ വാതിൽ തുറക്കുന്നത് പോലെ, പിന്നെ നടക്കുന്ന ശബ്ദം, കരയുകയോ ചിരിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ. അത് പറയുമ്പോൾ ജോസഫിൻ്റെ കണ്ണുകളിൽ ഭയം നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, ഞാൻ ഭിത്തിയിൽ കൈവിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ആരാണ് ഈ സമയം? ഞാൻ ജോസഫിനോട് ചോദിച്ചു. അറിയില്ല, നോക്കാം, ഇത് പറഞ്ഞ് ജോസഫ് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. ഞാൻ അവിടെ നിന്ന് നോക്കുക മാത്രം ചെയ്തു. എൻ്റെ ശ്രദ്ധ അപ്പോഴും ആ വിലക്കപ്പെട്ട മുറിയുടെ വാതിലിൽ ആയിരുന്നു. ആഹാ, ജോസേട്ടനായിരുന്നോ?
ജോസഫിന്റെ ശബ്ദം ഞാൻ കേട്ട് അങ്ങോട്ട് ചെന്നു. ഇത് ജോസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ? ജോസഫ് എന്നോട് പറഞ്ഞു. ആ, ഓക്കേ. ഞാൻ റാഷിദ്, ജോസഫിന്റെ ഫ്രണ്ടാണ്. ഞാൻ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ വിചാരിച്ചു ഇനി ഇയാള് വല്ല മന്ത്രവാദികളെയും കൂട്ടിക്കൊണ്ടു വന്നെന്ന്. ജോസ് ഒന്ന് കളിയാക്കും പോലെ പറഞ്ഞു. ആളെ ഞാൻ മൊത്തത്തിലൊന്ന് നോക്കി. ഏകദേശം 40 വയസ്സിന് മുകളിൽ പ്രായം. അല്പം നരച്ചിട്ടുണ്ട്. മീശ അല്പം പിരിച്ചു വച്ചിരിക്കുന്നു. ചുവപ്പ് കലർന്ന കലങ്ങിയ കണ്ണുകൾ. വെളുത്ത ജുബയും മുണ്ടുമാണ് വേഷം. കഴുത്തിൽ വലിയൊരു സ്വർണമാലയും ധരിച്ചിട്ടുണ്ട്. ആകപ്പാടെ കാണുമ്പോൾ തന്നെ അറിയാം ആളൊരല്പം പിശകാണെന്ന് ഞാൻ മനസ്സിൽ കരുതി. ഞാൻ ക്ലബിൽ നിന്ന് വരുന്ന വഴിയാ. പതിവില്ലാതെ രാത്രി വെട്ടം കണ്ടുകൊണ്ട് കേറിയതാ, ജോസ് പറഞ്ഞു. എടോ, ഈ പ്രേതക്കോട്ടയിൽ എന്നാ കോപ്പ് ചെയ്യാനാ? ഒന്നുകിൽ ഇത് വിൽക്കുക, അല്ലെങ്കിൽ പൊളിച്ചു കളയടോ. പണ്ടേ ഞാൻ അപ്പനോട് പറഞ്ഞതാ ഇത് പൊളിച്ചു കളയണമെന്ന്. പിന്നെ ഡൽഹിയിൽ നിന്ന് ചേട്ടനും കുടുംബവും ഇവിടെ താമസം തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞതാ ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന്. കേട്ടില്ല. പിന്നെന്താ ഉണ്ടായേ? എല്ലാത്തിനെയും കൊന്നില്ലേ പ്രേതം? ഇത് കേട്ട ഞാനും ജോസഫും പരസ്പരം നോക്കി. അപ്പോൾ അവർ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ പ്രേതശല്യം ഉണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു. അതേന്നേ, അപ്പൻ്റെ അപ്പൻ പണ്ട് നോക്കി നടത്തിയതാ ഈ ബംഗ്ലാവ്. ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഇത് ഞങ്ങളുടെ കയ്യിലായി. ജോസ് ഒരു സിഗരറ്റ് എടുത്ത് തീ കൊളുത്തി. പിന്നെ തുടർന്നു. കുറച്ചു നാളുകൾ ഇവിടെ താമസിച്ചു. അന്ന് മൊത്തം കഷ്ടകാലായിരുന്നു. അമ്മച്ചി മരിച്ചു, അപ്പൻ്റെ കച്ചവടം തകർന്നു. അങ്ങനെ ചേട്ടൻ ഡൽഹിയിൽ പോയി. പിന്നെ ഞാൻ അപ്പുറത്ത് വീട് വെച്ച് അങ്ങോട്ട് മാറി. പിന്നെ പുറത്തു പറയാൻ പറ്റുന്നതും അല്ലാത്തതുമായി ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഏത്? ഇത് പറഞ്ഞ് പുക ഊതി ജോസ് ഒന്ന് ചിരിച്ചു. ഞാൻ അപ്പനോട് പറഞ്ഞതാ ഈ സ്ഥലം എനിക്ക് തരാൻ. അപ്പോൾ അപ്പന് ചേട്ടന് കൊടുക്കാനാണ് ഇഷ്ടം. അയാളാണെങ്കിൽ ബാക്കിയുള്ള കാലം നാട്ടിൽ നിൽക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. അപ്പോൾ കേസുണ്ടായിരുന്നില്ലേ? ജോസഫ് ചോദിച്ചു. അത് ഞാൻ ആഗ്രഹിച്ചതാ ഈ സ്ഥലം, അതുകൊണ്ട് അങ്ങനെ. ഇത് പറഞ്ഞ് ജോസ് ഒന്ന് ചിരിച്ചു. എന്നാ ഞാൻ പോകുക, ജോസ് പറഞ്ഞു. ഓക്കെ അച്ചായ, ജോസഫ് പറഞ്ഞു. അയാള് ആളത്ര വെടിപ്പല്ല, ഞാൻ പറഞ്ഞു. പിന്നെ പിണക്കണ്ടല്ലോ. അതാണ് ഞാൻ, ജോസഫ് പറഞ്ഞു. എന്നാൽ നമുക്ക് പോവാം. ഇപ്പൊ തന്നെ സമയം 10 മണി കഴിഞ്ഞു, ജോസഫ് പറഞ്ഞു. എങ്ങോട്ട്? ഞാനിന്ന് ഇവിടെ തങ്ങാനാണ് ഉദ്ദേശിച്ചത്. ഏ, ഇവിടെയോ? ജോസഫ് ഞെട്ടലോടെ ചോദിച്ചു. എന്താ പ്രശ്നം? ഞാനിത് ചോദിച്ചതും കറണ്ട് പോയതും ഒന്നിച്ചായിരുന്നു. അല്പസമയം ഞങ്ങൾ പകച്ചുപോയി. പൊടുന്നനെ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു അലർച്ച പോലെയുള്ള ഒരു ശബ്ദം ആ മുറിയിൽ നിന്ന് ഉയർന്നു. എന്നതാടാ ജോസഫേ അത്? ഞെട്ടലോടെ ഞാൻ ചോദിച്ചു. എടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഇതുപോലുള്ള പലതും കേൾക്കും. ലൈറ്റർ എടുത്ത് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ജോസഫ് പറഞ്ഞു. മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ ആ ബംഗ്ലാവ് ഭയാനകമായി എനിക്ക് തോന്നി. അവിടെയായി ഭിത്തിയിലുണ്ടായിരുന്ന പെയിന്റിങ്ങുകളിൽ പ്രകാശം തട്ടി അതെല്ലാം ബീഭത്സമായി എനിക്ക് തോന്നി. എടോ, നമുക്ക് വേഗം പോകാം, ജോസഫ് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുറ്റും നോക്കി പറഞ്ഞു. പോകാം, പക്ഷേ, ഞാൻ പറഞ്ഞു നിർത്തി. എന്തോന്ന് പക്ഷേ? ഇനിയും ഇവിടെ നിൽക്കരുത്. അന്ന് പാതിരാത്രിയിലാണ് എന്തോ വീഴുന്നൊരു ശബ്ദം ഞാൻ കേട്ടത്. അത് നോക്കാൻ ചെന്നപ്പോഴാ. വേണ്ട, ഓർക്കുമ്പോ തന്നെ പേടിയാ. ജോസഫ് പുറത്തേക്കു പോവാൻ ധൃതി കൂട്ടി. എടോ, അങ്ങനെ പോയാൽ? നമുക്കൊന്ന് ചെന്ന് നോക്കാം, ഞാൻ പറഞ്ഞു. എടോ വേണ്ട, വെറുതെ അപകടം വരുത്തി വെക്കണ്ട, യാചന പോലെ ജോസഫ് പറഞ്ഞു. ഞാൻ പോയി നോക്കാൻ പോവാ. ഇത് പറഞ്ഞ് ഞാൻ മറ്റൊരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ആ മുറിയുടെ നേരെ നടന്നു. ഞാൻ വാതിലിൻ്റെ അടുത്തെത്തി.
ശ്രദ്ധയോടെ നിന്നു. പക്ഷേ അകത്തു നിന്നും യാതൊരു വിധത്തിലുമുള്ള ശബ്ദവും കേൾക്കാൻ സാധിച്ചില്ല. നാളെ ഈ മുറി എന്തായാലും തുറക്കുക തന്നെ, ഞാൻ ആലോചിച്ചു. തിരിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചു തിരിഞ്ഞതും പെട്ടെന്ന് എൻ്റെ കയ്യിലിരുന്ന മെഴുകുതിരി ആരോ ഊതിക്കെടുത്തിയതുപോലെ അണഞ്ഞു. ജോസഫ്! ഞാൻ നീട്ടി വിളിച്ചു. പെട്ടെന്ന് ആരോ എറിഞ്ഞതുപോലെ എന്തോ ഒരു പാത്രം എൻ്റെ പുറത്ത് തട്ടി താഴെ വീണു. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത അത്രയും കൂരിരുട്ടിൽ ഞാൻ ഭയത്തോടെ ചുറ്റും നോക്കി. വീണ്ടും എന്തോ അപശബ്ദങ്ങൾ ആ മുറിയിൽ നിന്ന് ഉയർന്നു. ആരോ ചിരിക്കുകയും കരയുകയും പോലെ എനിക്ക് തോന്നി. ഭയം എന്നെ കീഴടക്കി എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ ചാലുകളായി രൂപപ്പെട്ടൊഴുകി. എൻ്റെ പിന്നിൽ ആരോ ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ജോസഫ്! നീ എവിടെയാണ്? ഞാൻ പേടിച്ച് ഉറക്കെ വിളിച്ചു ചോദിച്ചു. എടാ, ഞാൻ വരുന്നു. ഇതു പറഞ്ഞ് ജോസഫ് മെഴുകുതിരി വെളിച്ചവുമായി എൻ്റെ അടുത്തേക്ക് വന്നു. നമുക്ക് വേഗം പോവാം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും, ജോസഫ് പേടിയോടെ പറഞ്ഞു. ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോവാനായി പുറത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് ചുവരിൽ തൂക്കിയ ഒരു പെയിന്റിങ് താഴെ വീണു. ആ ശബ്ദം കേട്ട ഞങ്ങൾ രണ്ടുപേരും നടുങ്ങി. മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ കുറച്ചപ്പുറത്തായി നിൽക്കുന്ന ആ രൂപം കണ്ട് ഒരു നിലവിളി എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. ആരാ? ജോസഫ് വിറയാർന്ന ശബ്ദത്തോടെ ചോദിച്ചു. പെട്ടെന്ന് ആ രൂപം ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. അരണ്ട വെളിച്ചത്തിൽ ആ മുഖം കണ്ടതും ഞങ്ങൾ പരിഭ്രാന്തരായി മുൻവാതിൽ ലക്ഷ്യമാക്കി ഓടി. എങ്ങനെയോ വാതിൽ തുറന്ന ഞങ്ങൾ ലക്ഷ്യമില്ലാതെ പുറത്തേക്ക് ഓടി. എടോ റാഷി! ജോസഫ് വിളിക്കുന്നത് കേട്ട ഞാൻ കണ്ണു തുറന്നു. പിന്നെ കട്ടിലിൽ എണീറ്റിരുന്ന് ചുറ്റും നോക്കി. ഹോ, എങ്ങനെയോ ഇന്നലെ ഇവിടെ എത്തിപ്പെട്ടു, ജോസഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ രാത്രി അങ്ങോട്ട് പോവണ്ടാന്ന്. ഫ്രണ്ടിനെയും കൂട്ടി ഇങ്ങോട്ട് വരാനും നാളെ പകൽ പോയി നോക്കാനും ഞാൻ അച്ചായനോട് പറഞ്ഞതാ, ജോസഫിന്റെ ഭാര്യ നാൻസി ചായ കപ്പിലേക്ക് പകർന്നുകൊണ്ട് പറഞ്ഞു. അവിടെ ഇന്നലെ രാത്രി തങ്ങാനായിരുന്നു ഇയാളുടെ പ്ലാൻ. ജോസഫ് ചായ ഒരിറക്ക് കുടിച്ചുകൊണ്ട് എന്നെ ചൂണ്ടി നാൻസിയോട് പറഞ്ഞു. നല്ല കാര്യമായി അവിടെ നിൽക്കാഞ്ഞത്, നാൻസി പറഞ്ഞു. പിന്നെ ചായക്കപ്പ് വാങ്ങി കിച്ചണിലേക്ക് പോയി. എന്നാലും എൻ്റെ ജോസഫ്, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. എത്രയോ പ്രേതസ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, തങ്ങിയിട്ടുണ്ട്. പക്ഷേ, ഞാൻ പറഞ്ഞു നിർത്തി. എന്താ ഒരു പക്ഷേ? ജോസഫ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എടോ, ഇത്രയും കാലം ഞാൻ മനസ്സിലാക്കിയ പാരാനോർമൽ ആക്ടിവിറ്റിയിൽ ഒരിക്കലും സംഭവിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായത്, ഞാൻ പറഞ്ഞു. നീ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല, ജോസഫ് കുറച്ചുകൂടി അടുത്തിരുന്ന് ചോദിച്ചു. അതായത്, സാധാരണ പ്രേതമെന്നാൽ ഒരു നെഗറ്റീവ് എനർജിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ എനർജി നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ ആ എനർജി ഉള്ള സ്ഥലത്ത് നമ്മൾ അകപ്പെട്ടാൽ നമ്മിൽ ആ എനർജിയുടെ സ്വാധീനമുണ്ടാവും. പൊതുവെ ദുർബല ഹൃദയർ അല്ലെങ്കിൽ പ്രേതത്തെ പേടിയുള്ളവർ കഥകൾ, സിനിമകൾ എന്നിവ വഴി മനസ്സിൽ പതിഞ്ഞ ആ സംഭവം അവർ അത് അവിടെ നടക്കുന്നതായി വിചാരിച്ച് പേടിക്കുന്നു. അത്രയുള്ളൂ, ഞാൻ പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു വരുന്നത്? ജോസഫ് ചോദിച്ചു. അതെ, ഒന്നുകിൽ അവിടെയുള്ള നെഗറ്റീവ് എനർജി അത് വളരെ ശക്തമായ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ, ഞാൻ വാക്കുകൾ പൂർത്തിയാക്കാതെ നിർത്തി. അല്ലെങ്കിൽ എന്താണ്? ജോസഫ് ചോദിച്ചു. ഉത്തരമില്ലാത്ത എന്തോ ഒന്ന്, ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ പ്രേത സാന്നിധ്യമുണ്ട്. അത് ഞാൻ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ്. പക്ഷേ രാത്രിയിലെ ആ രൂപം, ഒരുപക്ഷെ നമ്മൾ അറിയാത്ത എന്തോ ഒരു കാരണം കൂടി ആ ബംഗ്ലാവിലുണ്ടാവും, ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ ഈ ബംഗ്ലാവ് വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ്, അതായത് എൻ്റെ കയ്യിൽ വന്ന ശേഷം എൻ്റെ സുഹൃത്തായ ഫാദർ ബെഞ്ചമിൻ വന്ന് വെഞ്ചരിച്ചതാ.
അന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടെന്ന്. പിന്നെ എല്ലാം കർത്താവിൽ അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത്. എടാ, നിനക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ജോസഫ് എന്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. ഞാൻ ആലോചിച്ച ശേഷം ജോസഫിന്റെ ചുമലിൽ കൈവച്ചു. ഇതെന്റെ കയ്യിൽ നിൽക്കില്ല. ഞാൻ വിചാരിച്ചതിലും പവർഫുൾ ആണ് ഇവിടെയുള്ള ദുരാത്മാവ്. ഒരു നെടുവീർപ്പോടെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യുക? ജോസഫ് ഒരു വിങ്ങലോടെ എന്നോട് ചോദിച്ചു. എടാ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരവുമുണ്ട്. നീ ടെൻഷൻ ആവാതെ. നമുക്ക് വല്ല മന്ത്രവാദിയെയും കണ്ടാലോ? ഞാൻ ചോദിച്ചു. അത് നടക്കില്ല ഷാജി, ജോസഫ് പറഞ്ഞു. അതെന്താ? ഞാൻ ചോദിച്ചു. ഞാൻ ക്ലിനിക്ക് തുടങ്ങി കുറച്ചല്ലേ ആയുള്ളൂ. ആദ്യം ആളുകൾക്ക് പേടിയായിരുന്നു ഇത് പ്രേതശല്യമുള്ള സ്ഥലമാണെന്ന്. അങ്ങനെ ഒരു വിധത്തിലാണ് എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ക്ലിനിക്ക് തുടങ്ങിയത്. അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി. പിന്നെയാണ് ഈ പ്രശ്നം. ഇനി ഇങ്ങനെ ഒരു വാർത്ത പുറത്തു പോയാൽ പിന്നെ സ്ഥാപനം അടച്ചു പൂട്ടുകയേ വഴിയുള്ളൂ, ജോസഫ് പറഞ്ഞു. ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ആളുകൾ അറിയില്ലേ? ഞാൻ ചോദിച്ചു. അത് മെയിൻ്റെനൻസ് ആണെന്ന് എല്ലാരോടും പറഞ്ഞത്. അതല്ലേ നിന്നെ ഞാൻ വിളിച്ചത്. കഴിവതും പുറത്ത് ആരും അറിയാതെ വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ, ജോസഫ് പറഞ്ഞു. ഓ, ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇലിക്കും മുള്ളിനും കേടില്ലാതെ ഒരു പ്ലാൻ അല്ലേ? ഞാൻ ചോദിച്ചു. അതെ, ജോസഫ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരാളുണ്ട്, എൻ്റെ സുഹൃത്തു കൂടിയായ പാരനോർമൽ സയൻറ്റിസ്റ്റ്. അദ്ദേഹം മന്ത്രവാദവും എക്സോസിസവും എല്ലാം ചെയ്യുന്ന എൻ്റെ അടുത്ത സുഹൃത്ത്. അദ്ദേഹത്തിന് നിന്നെ സഹായിക്കാൻ പറ്റൂ, ഞാൻ ജോസഫിനോട് പറഞ്ഞു. എടാ, എങ്കിൽ അദ്ദേഹത്തോട് വരാൻ പറയൂ, ജോസഫ് എന്നോട് പറഞ്ഞു. ശരി, അതിനു മുമ്പ് എനിക്ക് പകൽ ആ മുറിയൊന്ന് തുറന്നു കാണണം. കാരണം അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഉറപ്പായും ആ മുറിയെക്കുറിച്ചും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചും എന്നോട് ചോദിക്കും. അതാണ്, ഞാൻ പറഞ്ഞു. ശരി, എങ്കിൽ ഇന്ന് അങ്ങോട്ട് പോകാം, ജോസഫ് പറഞ്ഞു. ഞങ്ങൾ സഞ്ചരിച്ച കാർ ഗേറ്റ് കടന്ന് ബംഗ്ലാവിന്റെ മുന്നിൽ പാർക്ക് ചെയ്തു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. രാത്രിയിൽ കാണുന്ന ഭീകരത പകലില്ല. അല്ലെങ്കിലും ഇരുട്ടിന്റെ അകമ്പടിയാണല്ലോ എല്ലാത്തിനും ഭയം നിറയ്ക്കുന്നത്, ഞാൻ ആലോചിച്ചു. ഇയാൾ എന്താണ് ആലോചിച്ചു നിൽക്കുന്നത്? ജോസഫ് ചോദിച്ചു. ഹേയ്, ഇന്നലെ വാതിൽ പൂട്ടിയിരുന്നോ? ഞാൻ ചോദിച്ചു. അതടച്ചാൽ മതി, തനിയെ പൂട്ട് വീഴും. പണ്ടത്തെ ഒരു സിസ്റ്റമാണ്, ജോസഫ് ലോക്ക് തുറന്നുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ അകത്ത് കടന്നു. എടാ, സൂക്ഷിച്ച്, ജോസഫ് വാതിൽ തുറന്ന് പറഞ്ഞു. ഞാൻ മറ്റൊന്നും നോക്കാതെ ആ മുറിയുടെ മുന്നിലേക്ക് ഓടി. ആ മുറിയുടെ മുന്നിലെത്തിയ ഞാൻ പെട്ടെന്ന് നിന്നു. കൂടെ വന്ന ജോസഫും അത് കണ്ട് അമ്പരന്നു നിന്നു. ആ കാഴ്ച കണ്ട ഞങ്ങൾ രണ്ടുപേരും ഭയത്തോടെ പരസ്പരം നോക്കി. ആ മുറിയുടെ കതകിൽ രക്തം ഒഴുകിയിറങ്ങിയ പാടുകൾ. ഇനിയും ഈ മുറി തുറക്കണോ? ജോസഫ് പേടിയോടെ എന്നോട് ചോദിച്ചു. ഏതായാലും ഇപ്പോ പകലല്ലേ, പിന്നെ നമ്മൾ രണ്ടുപേരില്ലേ. നീ ധൈര്യമായി തുറക്ക്. ആ ദുരാത്മാവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്യാവശ്യം പൊടിക്കൈകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞു. ഉം, പിന്നെ ഓട്ടമായിരിക്കും ആ പൊടിക്കൈ, അല്ലേ? ജോസഫ് ഒരു ചിരിയോടെ കളിയാക്കി പറഞ്ഞു. കളിയാക്കാതെ കതക് തുറക്ക്, ഞാൻ ലോക്കിൽ പിടിച്ചു നോക്കിക്കൊണ്ട് അക്ഷമയോടെ പറഞ്ഞു. ജോസഫ് ഒരു പ്രത്യേക രീതിയിലുള്ള താക്കോൽ കൂട്ടമെടുത്തു. അതിൽ നിന്ന് ഒരു ചെറിയ താക്കോലെടുത്തു. പിന്നെ ലോക്ക് തുറക്കാൻ ആരംഭിച്ചു. എന്താടോ ഇയാളീ കാണിക്കുന്നേ? ജോസഫ് വലത്തോട്ടും ഇടത്തോട്ടും താക്കോൽ തിരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു. ഇതങ്ങനെയാണ്. അകത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാ ലോക്ക് ഓപ്പൺ ആവും. താക്കോൽ ആവശ്യമില്ല. അതുപോലെ ലോക്ക് ചെയ്യാനും. എന്നാ പുറത്തു നിന്ന് തുറക്കാൻ
താക്കോലില്ലാതെ പറ്റില്ല. താക്കോലിട്ട് ആദ്യം 2 വട്ടം വലത്തോട്ട്, പിന്നെ ഇടത്തോട്ട്, എന്നിട്ട് താക്കോൽ പുറത്തേക്ക് വലിച്ച് ഡോർ തള്ളി ആ വാതിൽ തുറക്കാൻ പറ്റൂ. വാതിൽ തുറന്നുകൊണ്ട് ജോസഫ് പറഞ്ഞു. എന്നാ പിന്നെ ഈ പഴയ ലോക്ക് മാറ്റാൻ പാടില്ലേ? ഞാൻ മുറിക്കുള്ളിലേക്ക് കടന്നുകൊണ്ട് ചോദിച്ചു. എടാ സൂക്ഷിച്ച്, ജോസഫ് പറഞ്ഞു. രാവിലെ ആയിരുന്നിട്ട് കൂടെ ആ മുറിയിൽ കൂരിരുട്ടായിരുന്നു. ദുഷിച്ച വായുവിന്റെ ഗന്ധം ആ മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇവിടെ ലൈറ്റൊന്നുമില്ലേ? ഞാൻ മൊബൈൽ ഫ്ലാഷ് ഓൺ ചെയ്തുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇനി ഒന്ന് ഫിക്സ് ചെയ്യണം, ജോസഫ് പറഞ്ഞു. എമർജൻസി ലാമ്പ് എടുത്തുകൊണ്ട് വാ, അപ്പോഴേക്കും ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ആ മുറി മൊബൈൽ ഫ്ലാഷിന്റെ വെളിച്ചത്തിൽ വീക്ഷിച്ചു. സാധാരണ മുറിയേക്കാൾ ഒരു വലിപ്പം ആ മുറിക്ക് എനിക്ക് തോന്നി. തറയിൽ തടികൊണ്ട് പാളികൾ പതിച്ചിരിക്കുന്നു. 3 വലിയ ഷെൽഫ്, 1-2 മേശകൾ, അതിനുമേലെ ജോസഫ് പറഞ്ഞ ആ കുരിശും. അപ്പോഴേക്കും ജോസഫ് എമർജൻസി ലൈറ്റ് കൊണ്ടുവന്നു. ഏതായാലും ഈ മുറി കൊള്ളാം, ഞാൻ പറഞ്ഞു. പറഞ്ഞിട്ടെന്താ? ആദ്യം ഞാൻ വിചാരിച്ചത് ഇതൊരു യോഗ ഹാൾ ആക്കാമെന്ന്. പക്ഷെ യോഗമില്ലല്ലോ, ജോസഫ് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. നമുക്ക് നോക്കാം. ഇത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എൻ്റെ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞു. ഞാൻ എമർജൻസി ലാമ്പ് എടുത്തു നോക്കി. പൊളിഞ്ഞ പലകയുടെ ഒരു കഷ്ണമായിരുന്നു അത്. നാശം എന്ന് പറഞ്ഞ് ഞാൻ കാലുകൊണ്ട് ആഞ്ഞു തൊഴിച്ചു. ആ പലകയുടെ കഷ്ണം ഉയർന്നു പൊങ്ങി കുറച്ചപ്പുറത്തായി വീണു. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ ആ പലക വീണ ഭാഗം നന്നായി പരിശോധിച്ചു. അവിടെ ഒരു ഭാഗം വാതിൽ പോലെ ഞാൻ കണ്ടു. എടോ ജോസഫ്, എന്താണ് അവിടെ ആ വാതിൽ? ഞാൻ ചോദിച്ചു. അത് ഭൂമിക്കടിയിലേക്കുള്ള പഴയ തുരങ്കത്തിന്റെ വാതിലാണെന്ന് തോന്നുന്നു. കാരണം പഴയ കെട്ടിടമായതുകൊണ്ട് ഇങ്ങനെയുണ്ട് എന്ന് എന്നോട് സജിച്ചായൻ പറഞ്ഞിരുന്നു. പിന്നെ അത് തുറക്കാൻ നോക്കണ്ട, എല്ലാം മണ്ണ് വീണിടിഞ്ഞു പോയതാ. ഓക്കേ, എന്നാ ഇപ്പൊ തുറക്കണ്ട, ആവശ്യം വന്നാൽ അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം, ഞാൻ ആ വാതിൽ നോക്കി പറഞ്ഞു. ഞങ്ങൾ മുറിയിൽ നിന്ന് ഇറങ്ങി വാതിലടച്ചു. എന്നാൽ ആ തുരങ്കത്തിന്റെ വാതിലിനും അപ്പുറം ഞങ്ങളെ നോക്കുന്ന തിളങ്ങുന്ന 2 കണ്ണുകൾ ഞങ്ങൾ കണ്ടിരുന്നില്ല. ജോസിന്റെ വീട്ടിൽ അയാൾ സ്കോച്ച് വിസ്കി ഗ്ലാസ്സിലേക്ക് പകർന്നു. അടുത്തു വെച്ചിരുന്ന ഐസ് ക്യൂബ് എടുത്ത് ഗ്ലാസ്സിലേക്കിട്ട് അയാൾ മക്കളായ ജിമ്മിയെയും ജോഷിയെയും നോക്കി. എങ്ങനെയെങ്കിലും ആ ബിൽഡിംഗ് നമുക്ക് സ്വന്തമാക്കണം, ഇത് പറഞ്ഞ് കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലിക്ക് അയാൾ അകത്താക്കി. അപ്പനോട് ആവുന്ന പറഞ്ഞു. അപ്പോൾ അയാൾക്ക് മൂത്ത മോനെ കൊടുക്കൂ എന്ന് വാശി. അപ്പന്റെ കാലശേഷം അത് കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തു. പക്ഷേ വിൽപത്രപ്രകാരം അത് ജ്യേഷ്ഠന്. ഇത് പറഞ്ഞ് ജോസ് ആഞ്ഞൊന്നു തുപ്പി. നമുക്കിപ്പോൾ തന്നെ കുറേ ബിൽഡിംഗ് ഉണ്ടല്ലോ അപ്പച്ചാ, പിന്നെ എന്തിനാ ആ പഴഞ്ചൻ കെട്ടിടം? ജിമ്മി മദ്യം ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് ചോദിച്ചു. എടാ മക്കളെ, ആ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലവും ചുറ്റുഭാഗവും നമ്മുടെ സ്ഥലത്തിന്റെ കുറച്ചുകൂടി ചേർത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനാ ആ ബിൽഡിംഗ് ഞാൻ എൻ്റെ പേരിൽ തരാൻ ചാച്ചനോട് പറഞ്ഞത്. അതുകൊണ്ടെന്താണ്? ചാച്ചനും ചേട്ടനും കുടുംബവും എല്ലാം പോയില്ലേ? അപ്പോഴാണ് ആരും അറിയാതെ അയാൾ ആ സ്ഥലം അയാളുടെ കൂട്ടുകാരന് വിറ്റത്. വരട്ടെ, ഇതുവരെ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടേ ഉള്ളൂ ഈ ജോസ്. അതിനാ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് പരത്തിയതും ഇത്രയൊക്കെ ചെയ്തതും, ജോസ് മക്കളെ നോക്കി പറഞ്ഞു. വൈകുന്നേരം ഏകദേശം 6 മണി കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ജോസഫിന്റെ വീട്ടിലെത്തി. എന്താണ് ആ മുറി തുറന്ന് കണ്ടിട്ട് നിന്റെ അഭിപ്രായം? ജോസഫ് ചായക്കപ്പ് എടുത്തുകൊണ്ട് ചോദിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതിന് ഇന്ന് രാത്രി ഞാൻ ആ ബംഗ്ലാവിൽ തങ്ങാൻ തീരുമാനിച്ചു, ഞാൻ ജോസഫിനോട് പറഞ്ഞു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞതും
ഞങ്ങളിരുന്ന മുറിയിലെ ക്ലോക്ക് താഴെ വീണുടഞ്ഞതും ഒരേ സമയമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞങ്ങളൊന്ന് നടുങ്ങി. "എടാ നീ എന്താണീ പറയുന്നത്? ഇന്നലെ രാത്രി ഇത്രയും സംഭവിച്ചിട്ടും അറിഞ്ഞുകൊണ്ട് ഇന്ന് അവിടെ തങ്ങാനോ? വേണ്ട. എന്നെ സഹായിക്കാൻ വന്നിട്ട് നിന്നെ അപകടത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് പറ്റില്ല." ജോസഫ് കസേരയിൽ നിന്ന് എണീറ്റുകൊണ്ട് പറഞ്ഞു. "ഇല്ല ജോസഫ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. ആ ആത്മാവ് ആരുടെ? അതോ ജോസ് പറഞ്ഞതുപോലെ മുൻപ് അവിടെ പ്രേതശല്യം ഉണ്ടായിരുന്നോ? അതോ അവരുടെ ആത്മഹത്യയ്ക്ക് ശേഷം വന്നതാണോ? അതോ അവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മറ്റേതെങ്കിലും ദുഷ്ടശക്തികളാണോ? ഇതിനൊക്കെ ഉത്തരം കാണാതെ ഈ പ്രശ്നം അവസാനിക്കില്ല." ഞാൻ ജോസഫിനോട് പറഞ്ഞു. "അപ്പോൾ നീ പറയുന്നത്?" ജോസഫ് ചോദിച്ചു. "അതെ, കൂടുതൽ അറിയണം. പറ്റുമെങ്കിൽ ആ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാവും. ഏതായാലും ഇന്ന് ഞാൻ അവിടെ തങ്ങാൻ തീരുമാനിച്ചു. പിന്നെ ആ മുറിയുടെ താക്കോലും വേണം." ഞാൻ പറഞ്ഞു. "എങ്കിൽ ഞാനും കൂടിയുണ്ട്. എന്തു വന്നാലും ഒന്നിച്ചു നേരിടാം." ജോസഫ് എന്നോട് പറഞ്ഞു. "ഓക്കെ." ഞാൻ ചായ കുടിച്ച് കപ്പ് ടീപ്പോയിൽ വെച്ച ശേഷം പറഞ്ഞു. സമയം 9 മണിയായി. ഞങ്ങൾ ആ ബംഗ്ലാവിലെത്തി. താഴത്തെ ആ മുറിയിൽ വാതിക്കൽ ശ്രദ്ധയോടെ നിന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും യാതൊരു ശബ്ദവും കേൾക്കാൻ സാധിച്ചില്ല. ഞാൻ ഹാളിലെ സോഫയിൽ കിടന്നു. അപ്പുറത്തെ സോഫയിൽ ജോസഫും. സമയം ഇഴഞ്ഞു നീങ്ങി. ഏകദേശം 1:30 ആയപ്പോൾ ആരോ ഏങ്ങിക്കരയുന്നത് പോലുള്ള ശബ്ദം ഞങ്ങൾ കേട്ടു. ശബ്ദമുണ്ടാക്കാതെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് നടന്നു. മുകളിലേക്കുള്ള കോണിയുടെ അടുത്തെത്തിയതും പുക പോലെയുള്ള മനുഷ്യസദൃശ്യ രൂപങ്ങൾ അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് ഞങ്ങൾ കണ്ടു. പെട്ടെന്ന് അവിടെയുള്ള പാത്രങ്ങൾ, വസ്തുക്കൾ എന്നിവ ആരോ എറിയുന്നത് പോലെ ഞങ്ങളുടെ നേരെ വന്നുകൊണ്ടിരുന്നു. ദുഷിച്ച മണമുള്ള വായു ആ ബംഗ്ലാവിൽ വ്യാപിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞു. ആ മുറിയുടെ വാതിൽ തനിയെ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഏതോ ഒരു അജ്ഞാത വസ്തുവിൻ്റെ രൂക്ഷഗന്ധം ഞങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചുകയറി. ഞാൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. മനം പുരട്ടുന്ന രൂക്ഷഗന്ധം അവിടെ നിറഞ്ഞു. "ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താ," ജോസഫ് പറഞ്ഞു. പെട്ടെന്ന് എന്തോ ദ്രാവകം പോലെ ഒന്ന് മുകളിലെ നിലയിൽ നിന്ന് എൻ്റെ മുഖത്ത് ഇറ്റിറ്റു വീണു. ദുർഗന്ധം വമിക്കുന്ന ദുഷിച്ച രക്തമാണെന്ന് ഞാൻ ഞെട്ടലോടെ മനസ്സിലാക്കി. "ജോസഫ്, വേഗം രക്ഷപ്പെടാം," ഞാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഓടി. പെട്ടെന്ന് അവിടെ കിടന്ന സോഫ ഞങ്ങളുടെ നേരെ തനിയെ നിരങ്ങി വന്നു. ശേഷം പ്രധാന വാതിൽക്കൽ ഒരു തടസ്സമായി നിന്നു. ആരോ തട്ടിത്തെറിപ്പിച്ച പോലെ എമർജൻസി ലാമ്പ് ജോസഫിന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണു. ശേഷം അത് തറയിൽ കിടന്ന് ചുറ്റിത്തിരിയാൻ തുടങ്ങി. പകച്ചുനിന്ന ഞങ്ങളുടെ മുമ്പിൽ കറുത്ത പുക പോലെ ഒരു രൂപം ഞങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു. ഭയന്ന് വിറച്ച് ഞങ്ങൾ നിശ്ചലരായി നിന്നു. എൻ്റെ സ്ഫടികമാലയിൽ നിന്ന് ഒരു ചൂട് എൻ്റെ ശരീരത്തിൽ പടരുന്നത് ഞാൻ അറിഞ്ഞു. കാണെ കാണെ ആ പുകച്ചുരുൾ ഒരു പെൺകുട്ടിയുടെ രൂപം പ്രാപിച്ചു. ജ്വലിക്കുന്ന നീല കണ്ണുകളുള്ള ഒരു മുഖം. വർദ്ധിച്ച കോപത്തോടെ മിന്നൽ വേഗത്തിൽ ആ രൂപം ഞങ്ങളുടെ നേർക്കടുത്തു. പക്ഷേ എന്തിലോ തട്ടിയതുപോലെ ആ രൂപം നിന്നു. പിന്നെ മഞ്ഞുപോലെ അപ്രത്യക്ഷമായി. ഇതേ സമയം എൻ്റെ കഴുത്തിൽ കിടന്ന സ്ഫടികമാലയിലെ ചൂടും കുറഞ്ഞു വന്നു. "ജോസഫ്!" ഞാൻ പതിയെ വിളിച്ചു. ആകെ വിറങ്ങലിച്ചു നിന്ന ജോസഫ് എന്നെ നോക്കി. ഭയത്തിന്റെ തിരയിളക്കം ജോസഫിന്റെ കണ്ണിൽ ഞാൻ കണ്ടു. "ഭയപ്പെടേണ്ട, ഈ മാലയുടെ പ്രഭാവലയമുള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്." ഞാൻ മാലയുടെ ലോക്കറ്റിൽ ഘടിപ്പിച്ച കല്ലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. "ഇനിയും ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ജീവന് തന്നെ ആപത്താണ്," ഞാൻ ജോസഫിനോട് പറഞ്ഞു. "നമുക്ക് വേഗം പോകാം," വിറയാർന്ന ശബ്ദത്തിൽ ജോസഫ് പറഞ്ഞു. ഞങ്ങൾ വേഗം ക്ലിനിക്കിൽ നിന്നിറങ്ങി.
ജോസഫ് ഡോർ ലോക്ക് ചെയ്തു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ നാൻസിയോട് പറയരുത്, ജോസഫ് ഒരു അപേക്ഷ പോലെ പറഞ്ഞു. ഇല്ല, ഞാനൊന്നും പറയില്ല. ഇത് നമ്മുടെ മനസ്സിൽ മാത്രം, ഞാൻ പറഞ്ഞു. ഏകദേശം 2 മണിയോടെ ഞങ്ങൾ ജോസഫിന്റെ വീട്ടിലെത്തി. ജോസഫ് കോളിംഗ് ബെൽ അമർത്തി. ആ സമയം വീശിയടിച്ച ആ കാറ്റിന് പഴകിയ ചോരയുടെ മനം പുരട്ടുന്ന ഗന്ധമുള്ളതായി എനിക്ക് തോന്നി. അല്പസമയം കഴിഞ്ഞ് നാൻസി വാതിൽ തുറന്നു. ഏ, എന്തു പറ്റി? നാളെ രാവിലെ വരൂ എന്നല്ലേ പറഞ്ഞത്? അകത്തേക്ക് കയറിയ ഞങ്ങളോട് നാൻസി ചോദിച്ചു. അത് അത് പിന്നെ, ജോസഫ് വാക്കുകൾക്ക് പരതി. ഏയ്, ഒന്നുമില്ല, നാൻസി തനിച്ചല്ലേ ഉള്ളൂ എന്ന് ജോസഫ് പറഞ്ഞു. പിന്നെ ഇത്രയും നേരം അവിടെ ചെലവഴിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. എന്നാ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനൊരു ചിരിയോടെ നാൻസിയോട് പറഞ്ഞു. എന്നാ നീ കിടന്നോ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, ജോസഫ് നാൻസിയോട് പറഞ്ഞു. ശരി ഇച്ചായ. ഇത് പറഞ്ഞ് നാൻസി അകത്തെ മുറിയിലേക്ക് പോയി. ഞാൻ ഹാളിലെ സോഫയിലിരുന്നു. എടാ, എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായി. ഇപ്പോ 2 ദിവസമായില്ലേ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ പോവാനും പറ്റില്ലല്ലോ, ഞാൻ പറഞ്ഞു. എടാ, നീ അന്ന് പറഞ്ഞ ആളെ നാളെ തന്നെ വിളിച്ചു പറ, ജോസഫ് പറഞ്ഞു. ഉം, നാളെ രാവിലെ വിളിക്കാം. ആളിപ്പോ കൊച്ചിയിലുണ്ടെന്നാ കേട്ടെ. ആഹാ, ആള് കൊച്ചിക്കാരനാണോ, ജോസഫ് ചോദിച്ചു. അതെ, ആളൊരു ആംഗ്ലോന്ത്യനാണ്. പേര് ക്രിസ്റ്റഫർ റൊസാരിയോ, ഞാൻ പറഞ്ഞു. ഞാൻ ഈ പേര് പറഞ്ഞതും ഞങ്ങളിരുന്ന ഹാളിലെ ഒരു പെയിന്റിംഗ് താഴെ വീണു. അതിന്റെ ചില്ല് പൊട്ടിച്ചിതറി തെറിച്ചു. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ രണ്ടുപേരും നടുങ്ങി. ആണി ഇളകി വീണതാവും, ഞാൻ പറഞ്ഞു. അതേസമയം ക്ലോക്കിൽ 3 മണിയുടെ അലാറം മുഴങ്ങി. സമയം 3 ആയി, എങ്കിലിനി കിടക്കാം, ഞാൻ ക്ലോക്കിൽ നോക്കി പറഞ്ഞു. രാവിലെ കാണാം, ജോസഫ് പറഞ്ഞു. ഗുഡ് നൈറ്റ്, ഞാൻ സോഫയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. എടാ ജിമ്മി, ജോസ് ഉറക്കെ വിളിച്ചു. മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്ന ജിമ്മി കാൾ കട്ട് ചെയ്തു. എന്നതാ അപ്പാ? ജിമ്മി ജോസിന്റെ അടുത്തേക്ക് വന്നു. എടാ മക്കളെ, നീ ചെയ്ത പരിപാടി കൊണ്ട് അവന്മാർ പോകുമെന്ന് തോന്നുന്നില്ല. ഇനി എന്താണ് ചെയ്യുക? ജോസ് വിസ്കി അല്പം കുടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പാ, അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് അവിടെയുള്ള സ്റ്റാഫ് പേടിച്ചോടി. അതുകൊണ്ടാണല്ലോ അവർക്ക് ക്ലിനിക്ക് അടച്ചിടേണ്ടി വന്നത്, ജിമ്മി പറഞ്ഞു. ജിമ്മി, അവൻ അവൻ്റെ ഏതോ സുഹൃത്തുമായി എത്തി. പിന്നെ ആ മുറിയിൽ നിന്ന് പുറത്തേക്കുള്ള തുരങ്കം കണ്ടുപിടിച്ചു എന്നാ തോന്നുന്നേ, ജോസ് പറഞ്ഞു. പക്ഷേ അവർ അത് തുറക്കില്ല. അത് പുറത്തുനിന്ന് ഞാൻ ലോക്ക് ചെയ്തിരുന്നു. അവർ പോയ ശേഷം ഞാൻ ആ ടണൽ വഴി ആ മുറിയിലെത്തി. പിന്നെ കുറെ ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്നാൽ എനിക്കതിന് സാധിച്ചില്ല. ഏതോ ഒരു അസാധാരണ ശക്തിയുടെ സാമീപ്യം ഞാൻ അറിഞ്ഞു. ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും ഒരു പുകമഞ്ഞ് പോലെ ഒരു വികൃത രൂപം. ഒന്നേ ഞാൻ നോക്കിയുള്ളൂ. അരണ്ട വെളിച്ചത്തിൽ ദ്രവിച്ച മാംസം, അടർന്നു വീഴുന്ന മുഖവും ചോര കറപിടിച്ച നീണ്ട നഖങ്ങളും. ഞാൻ പേടിച്ച് തിരിഞ്ഞോടി. വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് ശ്വാസം നേരെ വീണത്. നമ്മൾ വിചാരിച്ച പോലെയല്ല. അവിടെ ഏതോ ഒരു ഗോസ്റ്റ് ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്, ജിമ്മി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജോലി എളുപ്പമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ വിവരം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വിവരം മാക്സിമം നാട്ടിൽ പരത്തുക. ആ ബംഗ്ലാവിൽ പ്രേതശല്യമുണ്ടെന്ന് കൂടുതൽ ആളുകൾ അറിയണം. അതിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഭീകരകഥകൾ നമ്മൾ പറഞ്ഞുണ്ടാക്കണം, ജോസ് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇനി ആരെങ്കിലും രാത്രി അവിടെ താമസിച്ച അവൻ പിന്നെ നാളെ പുലരി കാണരുത്. കാഴ്ചയിൽ പ്രേതം കൊന്നതുപോലെ കാണണം. മനസ്സിലായോ? ജോസ് ജിമ്മിയെ നോക്കി പറഞ്ഞു. എല്ലാം സമ്മതിച്ചു എന്ന മട്ടിൽ ജിമ്മി തലകുലുക്കി സമ്മതിച്ചു. ജോസിന്റെ ചുവന്ന കണ്ണുകൾ കുറുകി.
അയാൾ കയ്യിലിരുന്ന മദ്യം ഒറ്റ വലിക്കകത്താക്കി. രാവിലെ ഞാൻ എൻ്റെ പതിവ് നടത്തം കഴിഞ്ഞ് തിരിച്ചെത്തി. കുളിച്ചു. അപ്പോഴേക്കും നാൻസി ചായ കൊണ്ടു തന്നു. ജോസഫ് എണീറ്റില്ലേ? സമയം 10 മണിയായല്ലോ. ചായ ഒരു ഇറക്കു കുടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ഇല്ല, നല്ല ഉറക്കമാവും. ഞാൻ വിളിച്ചില്ല. ഇനി ഉറക്കത്തിൽ നിന്ന് വിളിച്ചാ അതുമതി. ആൾക്ക് ദേഷ്യം വരാൻ. ഇത് പറഞ്ഞ് നാൻസി അകത്തേക്ക് പോയി. ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു. കപ്പ് മേശമേൽ വച്ചു. മൊബൈൽ ഫോൺ എടുത്തു. കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ക്രിസ്റ്റി എന്ന സേവ് ചെയ്ത നമ്പർ സെലക്ട് ചെയ്ത് കോൾ ചെയ്തു. അല്പനേരത്തെ ബെല്ലിനൊടുവിൽ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ ക്രിസ്റ്റി, ഞാൻ വിളിച്ചു. യെസ് ക്രിസ്റ്റി, മറുതലയ്ക്കൽ നിന്ന് ഘനഗംഭീര ശബ്ദം കേട്ടു. ക്രിസ്റ്റി, ഇത് ഞാനാ, റാഷി, ഞാൻ പറഞ്ഞു. ഹേയ് റാഷി, ഒത്തിരി നാളായല്ലോ. പിന്നെ എന്താ വിശേഷം? ക്രിസ്റ്റി ചോദിച്ചു. അത് ക്രിസ്റ്റി, ഒരു വിഷയമുണ്ട്. ഞാൻ ഞാൻ പറയാൻ തുടങ്ങിയതും ഇച്ചായ ഓടിവായോ, അകത്തെ മുറിയിൽ നിന്ന് നാൻസിയുടെ നിലവിളി മുഴങ്ങി. നാൻസിയുടെ നിലവിളി കേട്ട ഭാഗത്തേക്ക് ഞാൻ ഓടി. കിച്ചന്റെ അടുത്തായി ഭയന്ന് വിറച്ച് നിൽക്കുകയായിരുന്നു നാൻസി. എന്താ പറ്റിയേ? ഞാൻ വേവലാതിയോടെ ചോദിച്ചു. നിലവിളി ശബ്ദം കേട്ട ജോസഫും ഞെട്ടിയെഴുന്നേറ്റ് അങ്ങോട്ട് വന്നു. നാൻസി വിറങ്ങലിച്ചുകൊണ്ട് ഒരു പാത്രത്തിന്റെ നേരെ വിരൽ ചൂണ്ടി. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ആ പാത്രത്തിലേക്ക് നോക്കി. അക്ഷരാർത്ഥത്തിൽ ആ കാഴ്ച കണ്ട ഞാനും ജോസും നടുങ്ങി. പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ ചോര പോലെ ചുവന്ന് കൊഴുത്ത ദ്രാവകമായി മാറിയിരിക്കുന്നു. മനം പുരട്ടുന്ന ഗന്ധത്തോടെ അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വേഗം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തു. എന്താണിവിടെ സംഭവിച്ചത്? നാൻസി ഞങ്ങളോട് ചോദിച്ചു. പേടിക്കേണ്ട, ക്ലോറിൻ്റെയോ മറ്റോ കെമിക്കൽ റിയാക്ഷൻ ആവും. പൈപ്പ് വെള്ളമല്ലേ, ഞാൻ പറഞ്ഞു. ഏയ്, ഇത് കിണർ വെള്ളമാ. ഇവിടെ പൈപ്പ് വെള്ളം കുക്കിങ്ങിന് ഉപയോഗിക്കില്ല. ഞാൻ ചായക്ക് വെള്ളം വെച്ചതാ. അപ്പോ ആണ് ഇങ്ങനെ സംഭവിച്ചത്, നാൻസി പറഞ്ഞു. പേടിക്കണ്ട, എന്തോ ഒരു രാസപ്രവർത്തനം നടന്നതാ, ഞാൻ ജോസഫിനെ നോക്കി പറഞ്ഞു. ഏതായാലും അത് കളഞ്ഞേക്ക്. ഇത് പറഞ്ഞ് ഞാൻ ജോസഫിനെ കൂട്ടി പുറത്തേക്ക് പോയി. ഞാനും വല്ലാതെ ഭയന്നു പോയി. പിന്നെ നീ പറഞ്ഞപ്പോ ആണ് ഒരു സമാധാനമായത്, ജോസഫ് പറഞ്ഞു. ജോസഫ്, ഞാൻ വിളിച്ചു. ശേഷം തുടർന്നു. നിങ്ങൾ കരുതിയ പോലെയല്ല. ഇപ്പോൾ ഇവിടെ നടന്നത് ആ ദുരാത്മാവിൻ്റെ പ്രവൃത്തികളാണ്. ഇനി എന്തും സംഭവിക്കാം. ചിലപ്പോൾ മരണം പോലും. ആ ആത്മാവ് ഇപ്പോൾ നമ്മെ പിന്തുടരുകയാണ്. പിന്നെ ഇതൊക്കെ നാൻസി അറിയാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി എന്താണ് ചെയ്യുക? ആ ബംഗ്ലാവ് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാം. വലിയ നഷ്ടമാണ്. പക്ഷേ അതിനേക്കാൾ വലുത് എനിക്കെൻ്റെ കുടുംബമാ. എല്ലാം വിധി പോലെ വരട്ടെ. സങ്കടം കൊണ്ട് ഇടറിയ ശബ്ദത്തിൽ ജോസഫ് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല, ഞാൻ പറഞ്ഞു. പിന്നെ എന്താണ് ചെയ്യുക? ആ ബംഗ്ലാവ് വാങ്ങിയ അന്ന് തുടങ്ങിയ പ്രശ്നമല്ലേ, ജോസഫ് ചോദിച്ചു. ജോസഫ്, പ്രശ്നം ആ ബംഗ്ലാവല്ല, അവിടെയുള്ള ദുരാത്മാവാണ്. അതിൻ്റെ സാമീപ്യമാണ്. ഇതിന് പരിഹാരം കാണണമെങ്കിൽ ആ ആത്മാവിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിനെന്താണ് നമ്മോട് പറയാനുള്ളത് എന്നറിയണം, ഞാൻ പറഞ്ഞു. അതിലും നല്ലതല്ലേ ഏതെങ്കിലും മന്ത്രവാദിയുടെ ആഭിചാര കർമ്മം കൊണ്ട് ആത്മാവിനെ തളിക്കുന്നത്, ജോസഫ് ചോദിച്ചു. പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്താ എന്നെങ്കിലും ആ ആത്മാവ് ആ ബന്ധനത്തിൽ നിന്ന് മോചിതയായാൽ പിന്നെ നമ്മുടെ അടുത്ത തലമുറകൾ വരെ അത് ശല്യമായി വരും, ഞാൻ ജോസഫിനോട് പറഞ്ഞു. പിന്നെ ഇനി എന്താണ് ഒരു പോംവഴി, ജോസഫ് നിസ്സഹായതയോടെ എന്നോട് ചോദിച്ചു. ആത്മാവിന് വേണ്ടത് എന്താണെന്നറിയുക. അതിൻ്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞാൽ അതോടെ ആ ആത്മാവ് ആത്മശാന്തി കിട്ടിപ്പോയിക്കോളും. പിന്നെ ഒരിക്കലും അതൊരു ശല്യമായി വരില്ല. ഞാൻ ക്രിസ്റ്റിയെ വിളിക്കാം.
ഇനി അവന് മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കൂ. ഞാൻ ജോസഫിനോട് പറഞ്ഞുകൊണ്ട് മൊബൈൽ എടുത്തു. അതിൽ ക്രിസ്റ്റിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ക്രിസ്റ്റി, ഞാൻ വിളിച്ചു. എന്താണ് പ്രശ്നം? മറുതലയ്ക്കൽ ക്രിസ്റ്റിയുടെ ശബ്ദം കേട്ടു. അത് ക്രിസ്റ്റി, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം ക്രിസ്റ്റിയോട് പറഞ്ഞു. ഉം, കേട്ടിടത്തോളം ഇത് അല്പം കുഴപ്പം പിടിച്ച കേസാണല്ലോ. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കിയാ അന്ന് മരിച്ച കുടുംബത്തിലെ പെൺകുട്ടിയുടെ ആത്മാവ് ആണ് അവിടെ ഉള്ളത്. പക്ഷേ എനിക്കറിയേണ്ടതായ ഒരു പ്രധാന കാര്യം എങ്ങനെ ഒരു ആത്മാവിന് ഇത്രയും ശക്തി കിട്ടി എന്നുള്ളത്, ക്രിസ്റ്റി പറഞ്ഞു. ക്രിസ്റ്റി, എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു. അതായത് ജീവിച്ചിരുന്ന സമയം അസാമാന്യ ശക്തിയുള്ള ആളിൻ്റെ ആത്മാവിന് മാത്രമേ ഇത്രയും ഒരു ശക്തി ഉണ്ടാവൂ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണം. എങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞ വിവരങ്ങൾ വെച്ച് കർമ്മം ചെയ്തു നോക്കാം. പിന്നെ എത്രയും വേഗം ഞാൻ അങ്ങോട്ടെത്താം, ക്രിസ്റ്റി പറഞ്ഞു. ശരി, അപ്പോൾ ഞാൻ അന്വേഷിച്ച് പറയാം. ഇത് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. ജോസഫ്, ഞാൻ വിളിച്ചു. ഇന്ന് നമുക്ക് ജോസിനെ കാണണം, ഞാൻ പറഞ്ഞു. എന്താണ് കാര്യം? ജോസഫ് ചോദിച്ചു. മരിച്ച കുട്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണം. എങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്നാണ് ക്രിസ്റ്റി എന്നോട് പറഞ്ഞത്, ഞാൻ ജോസഫിനോട് പറഞ്ഞു. ഓക്കെ, എങ്കിൽ നമുക്ക് പോവാം. ഞാൻ കുളിച്ചു റെഡിയായി വരാം. ഇത് പറഞ്ഞ് ജോസഫ് അകത്തേക്ക് പോയി. ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ ജോസിൻ്റെ വീട്ടിലെത്തി. ഹാ ജോസഫ്, എന്നാ ഉണ്ട് വിശേഷം? ഞങ്ങളെ കണ്ടപ്പോൾ ജോസ് ചോദിച്ചു. മറുപടിയായി ജോസഫ് ഒന്ന് ചിരിച്ചു. പിന്നെ തുടർന്നു. ജോസേട്ടാ, ഞങ്ങൾക്കൊരു സഹായം വേണം, ജോസഫ് പറഞ്ഞു. അകത്തേക്ക് വാ. ജോസ് ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. ഹാളിലെ സോഫയിൽ ഞങ്ങളും അടുത്തുള്ള വലിയൊരു കസേരയിൽ ജോസും ഇരുന്നു. എന്നതാ സഹായം വേണ്ടേ, പറയൂ, ജോസ് പറഞ്ഞു. അതായത് ആ ബംഗ്ലാവിൽ മരിച്ച സജിച്ചേട്ടൻ്റെ ഫാമിലിയെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങൾ അറിയാൻ വന്നതാ, ഞാൻ പറഞ്ഞു. അല്ലേ, നിങ്ങളെന്താ വല്ല ഇൻവെസ്റ്റിഗേഷനുമാണോ അതോ പ്രൈവറ്റ് ഡിറ്റക്റ്റീവോ? ജോസ് അല്പം പുച്ഛത്തോടെ ചോദിച്ചു. അതൊന്നുമല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ, ഞാൻ പറഞ്ഞു. അവർ ഡൽഹിയിലായിരുന്നു വർഷങ്ങളായി. പിന്നെ കുട്ടിയുടെ പഠിപ്പ് കഴിഞ്ഞതും സജി ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു നാട്ടിലെത്തി. പിന്നെ എന്തോ അറിയില്ല, അവർ ജീവിതം അവസാനിപ്പിച്ചു, ജോസ് പറഞ്ഞു. ആ കുട്ടിയുടെ പേരെന്താണ്, ഞാൻ ചോദിച്ചു. സ്റ്റെല്ല എന്നാ പേര്. പക്ഷേ വീട്ടിലെല്ലാരും വിളിക്കുന്നത് സാറ എന്നും, ജോസ് പറഞ്ഞു. ആ കുട്ടിക്ക് ജോലി എന്തെങ്കിലും, ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, PhD കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ആ സംഭവം, ജോസ് ഞങ്ങളോട് പറഞ്ഞു. ഓക്കെ, PhD ഏത് വിഷയത്തിലായിരുന്നു എന്ന് ജോസേട്ടൻ അറിയാമോ, ഞാൻ ചോദിച്ചു. പാരാസൈക്കോളജിയോ ബ്ലാക്ക് മാജിക്കോ അങ്ങനെ എന്തോ ഒന്ന്, സജി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജോസ് പറഞ്ഞു. ഓക്കെ, താങ്ക്സ് ജോസേട്ടാ. എന്നാ ഞങ്ങൾ ഇറങ്ങുക, ജോസഫ് പറഞ്ഞു. അല്ല, എന്നാ സജിയുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നത്, ജോസ് ചോദിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കാണാം ജോസേട്ടാ. ഇത് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഓക്കെ ശരി, ജോസ് പറഞ്ഞു. അവന്മാരുടെ ഉദ്ദേശം വേറെ എന്തോ ആണ്. ഇനി അവന്മാർ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? ഉടനെ എന്തെങ്കിലും ചെയ്യണം, ജോസ് ചിന്തിച്ചു. ഒരു ക്രൂരത നിറഞ്ഞ ചിരി അയാളുടെ മുഖത്ത് തെളിഞ്ഞു. ജോസഫ് കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോ കാര്യങ്ങൾ മനസ്സിലായി, ഞാൻ പറഞ്ഞു. എന്താണ്, ജോസഫ് ഗിയർ മാറ്റിക്കൊണ്ട് ചോദിച്ചു. ആ കുട്ടിയുടെ ആത്മാവിന് ഇത്രയും ശക്തി ഉണ്ടാവാനുള്ള കാരണം. അതാണപ്പോ ക്രിസ്റ്റി പറഞ്ഞത് ശരിയാ, ഞാൻ പറഞ്ഞു. ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. ആകാശം കാർമേഘങ്ങൾ കൊണ്ട് മൂടി. നല്ല മഴ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു. കാറിന്റെ സ്പീഡ് മീറ്ററിലെ സൂചി 80 കഴിഞ്ഞ് മുകളിലേക്ക് ഉയർന്നു.
അല്പം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. സമയം അപ്പോഴേക്കും ഏകദേശം 7:30 ആയിരുന്നു. "എന്നതാ ഇച്ചായ, കുരിശ് വരയ്ക്കുന്ന സമയമായില്ലേ? വേഗം വാ, പ്രാർത്ഥനയ്ക്ക് സമയമായി," നാൻസി കർത്താവിന്റെ രൂപത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. സമയം കടന്നുപോയി. ജോസഫും നാൻസിയും പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ എൻ്റെ പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് തുള്ളിക്കൊരു കുടം പോലെയുള്ള പേമാരി തകർത്ത് പെയ്യാൻ തുടങ്ങിയത്. കൂടെ കാതടുപ്പിക്കുന്ന ഇടിയും കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നലും. അതോടെ കറണ്ടും പോയി. ആകെ അന്ധകാരം വ്യാപിച്ചു. ജോസഫ് എമർജൻസി ലാമ്പ് ഓൺ ചെയ്തു. ചീറിയടിച്ച കാറ്റിൽ ജനൽപ്പാളികൾ ജനലിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ജനൽപ്പാളികൾ അടയ്ക്കാൻ ശ്രമിച്ച എൻ്റെ മുഖത്തേക്ക് മഴത്തുള്ളികൾ തെറിച്ചു വീണുകൊണ്ടിരുന്നു. ഇതേ സമയം ഒരു കാർ ജോസഫിന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു. അത് മുറ്റത്ത് നിർത്തി. കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ വശത്തെ ഡോർ തുറന്ന് അയാൾ ഇറങ്ങി. മഴത്തുള്ളികൾ മുത്തുകൾ പോലെ അയാളുടെ കോട്ടിൽ വീണു ചിതറി. ബൂട്ടിട്ട അയാളുടെ കാലുകൾ ജോസഫിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴുണ്ടായ ആ മിന്നലിൽ അയാളുടെ കണ്ണുകൾ തിളങ്ങി. അയാളുടെ വിരലുകൾ ഡോറിൽ മുട്ടി. "ആരോ ഡോറിൽ മുട്ടുന്നുണ്ടോ?" നാൻസി ജോസഫിനോട് ചോദിച്ചു. ജോസഫ് കാതോർത്തു. "അതെ, ശരിയാ, ഞാൻ ഡോർ തുറക്കാം," ഇത് പറഞ്ഞ് ജോസഫ് വാതിലിന്റെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറക്കാൻ തുടങ്ങിയതും നടുങ്ങുന്ന ഒരു ഇടി മുഴങ്ങിയതും ഒന്നിച്ചായിരുന്നു. ആ കോരിച്ചൊരിയുന്ന മഴയും മിന്നലും ആ രാത്രിക്ക് ഒരു ഭയാനക ഭാവം കൈവന്നിരുന്നു. വീണ്ടും വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം വ്യക്തമായി ജോസഫ് കേട്ടു. "ഇച്ചായ, സൂക്ഷിച്ച്, ഇനി വല്ല കള്ളന്മാരും," നാൻസി ഭയത്തോടെ പറഞ്ഞു. "എടോ റാഷി, ഒന്നിങ്ങ് വന്നേ," ജോസഫ് എന്നെ വിളിച്ചു. ജപിച്ചുകൊണ്ടിരുന്ന ജപം നിർത്തി ജപമാല ടേബിളിൽ വച്ച ശേഷം ഞാൻ വാതിലിനടുത്തെത്തി. "ആരോ മുട്ടുന്നു. വാതിൽ തുറക്കണോ വേണ്ടയോ?" ജോസഫ് ചോദിച്ചു. "ഏതായാലും വാതിൽ തുറക്ക്," ഞാൻ പറഞ്ഞു. അപ്പോൾ സമയം ഏകദേശം 12 മണിയായിരുന്നു. ജോസഫ് വിറയ്ക്കുന്ന കൈകളോടെ വാതിൽ തുറന്നു. കറുത്ത കോട്ട് ധരിച്ച ഒരു രൂപം മുന്നിൽ നിൽക്കുന്നു. മിന്നലിന്റെ വെളിച്ചത്തിൽ അയാളുടെ മൂക്കിന്റെ തുമ്പ് മാത്രം ഞങ്ങൾ കണ്ടു. "ആരാണ് നിങ്ങൾ?" വിറയ്ക്കുന്ന ശബ്ദത്തോടെ ജോസഫ് ചോദിച്ചു. അപ്പോഴേക്കും ശക്തമായ മിന്നലും കാതടപ്പിക്കുന്ന ഇടിയും ഉണ്ടായി. "എന്നെ അന്വേഷിച്ചവർ എന്നെ തിരിച്ചറിയുന്നില്ല," ഇത് പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറി. അയാളുടെ കാൽപാദങ്ങൾ വീട്ടിൽ പതിഞ്ഞതും ഹാളിലെ ക്ലോക്ക് ഭയാനക ശബ്ദത്തോടെ താഴെ വീടുണഞ്ഞതും ഒന്നിച്ചായിരുന്നു. നെഗറ്റീവ് എനർജിക്കെതിരായി വന്ന പോസിറ്റീവ് എനർജി. ക്രിസ്റ്റി. ഞാൻ ആ പേര് മന്ത്രിച്ചു. "ക്രിസ്റ്റി," ഞാൻ വിളിച്ചു. ആ വിളി കേട്ടതും ജോസഫ് ഒന്ന് പുഞ്ചിരിച്ചു. മനസ്സ് നിറഞ്ഞുള്ള പുഞ്ചിരി. "ജോസഫ്," ക്രിസ്റ്റി വിളിച്ചു. അപ്പോഴാണ് ജോസഫ് അത് ശ്രദ്ധിച്ചത്. കോരിച്ചൊരിയുന്ന മഴയിൽ നിന്ന് വന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും തറയിൽ ആയിട്ടില്ല. "അല്ല, ഇത് വെള്ളം ആയില്ല. എന്താ?" ജോസഫിന്റെ വാക്കുകൾ മുറിഞ്ഞു. ക്രിസ്റ്റി എന്നെയും ജോസഫിനെയും നോക്കി. "മഴ, അത് പുറത്തല്ലേ, അത് അവിടെ പെയ്യട്ടെ. വെള്ളം പോലും അകത്ത് വരരുത്. അതെന്റെ ആഗ്രഹമാണ്," ഹാളിന്റെ വശങ്ങളിലേക്ക് നോക്കി ക്രിസ്റ്റി പറഞ്ഞു. "ആത്മാവിന് മനുഷ്യന്റെ ഇടയിൽ സ്ഥാനമില്ല എന്നാണ് ക്രിസ്റ്റി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ആ പറഞ്ഞത് വീട്ടിൽ അധിനിവേശിച്ച ദുരാത്മാവിനോട് ആണെന്നും ഞാൻ മനസ്സിലാക്കി. ഏതായാലും നീ വന്നല്ലോ, ദൈവം പ്രാർത്ഥന കേട്ടു. അല്ലേ ജോസഫേ?" അമ്പരന്ന് നിൽക്കുന്ന ജോസഫിനെ നോക്കി ഞാൻ പറഞ്ഞു. "അതെ അതെ," ജോസഫ് പറഞ്ഞു. "ഉം, എന്തായാലും റാഷി എന്നോട് എല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇവൻ എന്നെ വിളിച്ചു എത്രയും വേഗം വരാൻ പറയില്ല," ക്രിസ്റ്റി പറഞ്ഞു. "ഇരിക്കൂ," ജോസഫ് ക്രിസ്റ്റിയോട് പറഞ്ഞു. ക്രിസ്റ്റി ഒന്ന് പുഞ്ചിരിച്ചു. "അന്ധകാരം എന്ന ഇരുട്ടിന്റെ കരിമ്പടം നീക്കി പ്രകാശം വരും, അതുപോലെ സത്യവും." ക്രിസ്റ്റി ഇത് പറഞ്ഞതും ഒരു ശബ്ദത്തോടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അത് വലിയ ശബ്ദത്തോടെ അടുത്തുള്ള മരത്തിൽ പതിച്ചു. പച്ചമരം പന്തം പോലെ നിന്ന് കത്തി. "അപ്പോ എല്ലാം അറിയുന്നുണ്ടല്ലേ?"
ക്രിസ്റ്റി അന്തരീക്ഷത്തിൽ നോക്കി ഉറക്കെ ചോദിച്ചു. ഇതാണോ ഇച്ചായൻ പറഞ്ഞ ഫ്രണ്ട്? നാൻസി ജോസഫിനോട് ചോദിച്ചു. ഞാൻ ക്രിസ്റ്റി, ക്രിസ്റ്റഫർ റോസാരിയോ, ക്രിസ്റ്റി നാൻസിയോട് പറഞ്ഞു. ഒത്തിരി സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക്. നീ കിടന്നോ? ജോസഫ് നാൻസിയോട് പറഞ്ഞു. ശരി ചായ, എന്നാ നാളെ കാണാം. ചായ എന്തെങ്കിലും? നാൻസി ഞങ്ങളോട് ചോദിച്ചു. ഒന്നും വേണ്ട, താങ്ക്സ്, ക്രിസ്റ്റി പറഞ്ഞു. ഞങ്ങൾ ഹാളിലെ സോഫയിലിരുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റി കോട്ട് അഴിച്ചു വെച്ചു. ആ മഴയിലും ക്രിസ്റ്റി നനയാതെ ഇരുന്നത് എൻ്റെ ആകാംക്ഷ വർദ്ധിപ്പിച്ചു. എങ്കിലും ഞാൻ ചോദിച്ചില്ല. റാഷി പറഞ്ഞ് കാര്യങ്ങൾ എനിക്കറിയാം. അറിഞ്ഞ കാര്യങ്ങൾ, അതുപോലെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ. എല്ലാം വിരൽ ചൂണ്ടുന്നത്. ക്രിസ്റ്റി ഒന്ന് ചാഞ്ഞിരുന്നു. ശേഷം പറഞ്ഞു. അതെ, ഇവിടെയും നിങ്ങളുടെ ക്ലിനിക്കിലുമുള്ള ആത്മാവ് അസാധാരണ ശക്തിയുള്ള എനർജിയാണ്. ക്രിസ്റ്റിയുടെ കൃഷ്ണമണികൾ ചലിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതെ, ആ ആത്മാവിനെ ക്രിസ്റ്റി കാണുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനതുള്ളിലടക്കി. ഇന്നിനി ഒന്നും സംഭവിക്കില്ല. എനിക്ക് നാളെ ആ ക്ലിനിക്ക് കാണണം, ക്രിസ്റ്റി ഞങ്ങളോട് പറഞ്ഞു. ഓക്കെ, എന്നാൽ രാവിലെ കാണാം. അതാണ് ക്രിസ്റ്റിയുടെ മുറി. ജോസഫ് ഒരു മുറി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ താങ്ക്സ്, ഇത് പറഞ്ഞ് ക്രിസ്റ്റി ആ മുറിയിലേക്ക് നടന്നു. ആ മുറിയിൽ പ്രവേശിക്കുമ്പോഴും ക്രിസ്റ്റിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നിഗൂഢമായ ഒരു പുഞ്ചിരി. രാവിലെ ഏകദേശം 10:30 മണിയോടെ ഞങ്ങൾ ക്ലിനിക്കിലെത്തി. കാറിൽ നിന്ന് ഞാനും ജോസഫും ഇറങ്ങി. ചുറ്റും വീക്ഷിച്ചുകൊണ്ട് ക്രിസ്റ്റി ഇറങ്ങി. കുറച്ചു മണ്ണ് കയ്യിലെടുത്തു. പിന്നെ പറഞ്ഞു, കറുത്ത മണ്ണ്, ശ്മശാനത്തിന്റെ ഗന്ധമുള്ള ഭൂമി, പ്രേതഭൂമി. ഇത് പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവല്ലേ? ക്രിസ്റ്റി ചോദിച്ചു. അതെ, ശരിയാ, ജോസഫ് എന്നെ നോക്കിയ ശേഷം മറുപടി പറഞ്ഞു. ഈ ഭൂമിക്ക് വേണ്ടി ഒരുപാട് ചോര ചിന്തപ്പെട്ടതാ, ക്രിസ്റ്റി മണ്ണ് താഴെയിട്ടുകൊണ്ട് പറഞ്ഞു. പിന്നെയും മുന്നോട്ട് നടന്നു. പരസ്പരം നോക്കിക്കൊണ്ട് ഞാനും ജോസഫും ക്രിസ്റ്റിയെ പിന്തുടർന്നു. ക്രിസ്റ്റി വാതിൽ തുറന്നു. വലതുകാൽ ഉയർത്തിയ ശേഷം അത് തറയിൽ വെച്ചു. പിന്നെ ഇടംകാല് വെച്ച് അകത്ത് കയറി. ചുറ്റും നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ലേ? ക്രിസ്റ്റി പറഞ്ഞു. എന്താണ് ക്രിസ്റ്റി? ഞാൻ ചോദിച്ചു. ഇവിടെയുള്ള ദുരാത്മാവ് അതിൻ്റെ ലക്ഷ്യം കാണാതെ പോവില്ല. അസാമാന്യ ശക്തിയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ആ കുട്ടി ജീവിച്ചിരുന്നപ്പോൾ മനസ്സിനുണ്ടായിരുന്നത്. പക്ഷേ ഈ എനർജി, അത് നമ്മുടെ ചിന്തകൾക്കും കഷ്ടപ്പാടുകൾക്കും അപ്പുറമാണ്, ക്രിസ്റ്റി ഞങ്ങളോട് പറഞ്ഞു. ഞാനും ജോസഫും ഇത് കേട്ട് അമ്പരന്ന് നിന്നു. ഏതാ ആ മുറി? ക്രിസ്റ്റി ചോദിച്ചു. അത് അപ്പുറത്താ, ജോസഫ് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റി ചുറ്റും നോക്കി. മനസ്സിൽ എന്തോ ഉരുവിട്ടു. അപ്പോഴേക്കും മുകളിൽ നിന്ന് ഒരു പല്ലി ഞങ്ങളുടെ മുന്നിൽ വീണു. പ്രാണരക്ഷാർത്ഥം പല്ലി വാല് മുറിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. മുറിഞ്ഞ വാല് ഞങ്ങളുടെ മുന്നിൽ കിടന്ന് പിടച്ചു. വാലിട്ട് തന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലേ? ക്രിസ്റ്റി പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിച്ച പോലെ ആ പെൺകുട്ടിയുടെ ആത്മാവല്ല ഇവിടെയുള്ളത്. ആ പെൺകുട്ടിയുടെ ആത്മാവിനെ മുൻനിർത്തി പിന്നിലുള്ളത് മറ്റൊരാത്മാവാണ്. അതാരാ? ഞങ്ങൾ ഒരുപോലെ ചോദിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാരുടെ ആത്മാവ്? ക്രിസ്റ്റി പറഞ്ഞത് കേട്ട ഞങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിച്ചു. ജനിക്കുന്നതിന് മുൻപ് മരിച്ച ആത്മാവ്. ക്രിസ്റ്റി ഇത് പറഞ്ഞ് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. ജനിക്കുന്നതിന് മുൻപ് മരിച്ച ആത്മാവോ? ക്രിസ്റ്റി എന്താണീ പറയുന്നത്? അതെങ്ങനെ ശരിയാവും? സോഫയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചോദിച്ചു. ആ ചോദ്യം ശ്രദ്ധിക്കാതെ ക്ലിനിക്ക് നിരീക്ഷിക്കുകയായിരുന്നു ക്രിസ്റ്റി ആ സമയം. നമ്മളെ പറ്റിക്കാൻ പറഞ്ഞതാവും, ചുമ്മാ, ജോസഫ് ശബ്ദം താഴ്ത്തി എന്നോട് പറഞ്ഞു. അല്പം അകലെ നിന്ന ക്രിസ്റ്റി പെട്ടെന്ന് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ആ സമയം ക്രിസ്റ്റിയുടെ മുഖം കണ്ട എന്നിൽ ഒരു നടുക്കമുണ്ടായി. എന്നെ വിശ്വാസമില്ല എങ്കിൽ ഞാൻ പോയേക്കാം. പക്ഷേ ഈ ആത്മാവിനെ, അതിൻ്റെ ശക്തിയെ നിങ്ങൾക്കറിയില്ല. ക്രിസ്റ്റിയുടെ മുഖഭാവത്തിൽ നിന്ന് കാര്യങ്ങളുടെ ഗൗരവം ഞാൻ മനസ്സിലാക്കി.
അത് സോറി ക്രിസ്റ്റി. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ ജോസഫിനെ നോക്കിയ ശേഷം ക്രിസ്റ്റിയോട് പറഞ്ഞു. അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം അറിവിനും അപ്പുറം എന്തെങ്കിലും അറിഞ്ഞ അതിനെ മനസ്സിലാക്കിയില്ല എങ്കിലും നിന്ദിക്കരുത് ആരായാലും. ക്രിസ്റ്റി പരുഷമായി പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയില്ല. ജനിക്കുന്നതിന് മുമ്പ് മരിച്ച ആത്മാവെന്നാൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപ് മാതാപിതാക്കൾ ആദ്യം തന്നെ അച്ഛനും അമ്മയും ആവും. ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ അച്ഛനും അതുപോലെ ആ കുരുന്നു ജീവനെ ഉള്ളിൽ വഹിക്കുന്ന അമ്മയും. അതാണ്. എന്നാൽ ഉള്ളിൽ വച്ച് ജീവൻ തുടിക്കുന്ന ആ കുഞ്ഞിനെ നമ്മൾ അംഗീകരിക്കുന്നത് ജനിച്ച ശേഷം അല്ലേ? പക്ഷേ അപ്പോഴും ആ കുഞ്ഞ് അമ്മയുടെ ഉള്ളിൽ എല്ലാം അറിഞ്ഞ് ജീവിക്കുകയാ. അമ്മയോടൊപ്പം മരണം സംഭവിച്ച ഒരു കുഞ്ഞാത്മാവ്. പക്ഷേ ആഗ്രഹങ്ങൾ അധികമില്ലാതെ ഒറ്റ ആഗ്രഹം മാത്രമായി ജീവിച്ച ആ ആത്മാവ് തൻ്റെ അമ്മയുടെ മുഖം കാണാൻ മാത്രം ആഗ്രഹിച്ച ആ കുഞ്ഞു ജീവനാണ് തൻ്റെ ആഗ്രഹമില്ലാതാക്കിയ ആളോടുള്ള പകയുമായി ഇവിടെയുള്ളത്. ക്രിസ്റ്റി ഞങ്ങളോട് പറഞ്ഞു. ഞാനും ജോസഫും പരസ്പരം നോക്കി. ക്രിസ്റ്റി, എന്താണീ പറയുന്നത്? മരണം സംഭവിച്ചത് സജിക്കും ഭാര്യയ്ക്കും മകൾ സ്റ്റെല്ലയ്ക്കുമാണ്, അല്ലാതെ ഗർഭിണിയായി ആരും തന്നെ. ജോസഫ് സംശയത്തോടെ പറഞ്ഞു. അതെ. എന്തിനവർ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നു? ഇന്നറിയുമോ? ക്രിസ്റ്റി ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ പ്രശ്നവുമായി അവർക്കെന്താ ബന്ധം? ഞാൻ സംശയത്തോടെ ചോദിച്ചു. മറുപടിയായി ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു. അതെ, സ്റ്റെല്ലയുടെയും കുഞ്ഞിൻ്റെയും ആത്മാവാണ് ഇവിടെയുള്ളത്. കരിങ്കൽ ഭിത്തിയിൽ വിരലോടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. ഞാനും ജോസഫും മുഖാമുഖം നോക്കി. ക്രിസ്റ്റി, അതിന് സ്റ്റെല്ല കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ പെട്ടെന്ന് ഓർത്തു പറഞ്ഞു. ക്രിസ്റ്റി ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. നീ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഡീറ്റെയിൽസ് ഞാൻ ഡൽഹിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞു. നിങ്ങൾ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ. പാരാനോർമൽ ആക്ടിവിറ്റിയിൽ താല്പര്യം തോന്നി അത് പഠിക്കാൻ പോയ സ്റ്റെല്ല മറ്റൊരാളുമായി പ്രണയത്തിലാവുന്നു. രാഹുൽ മിശ്ര എന്ന പാരാനോർമൽ സയൻറ്റിസ്റ്റ്. ഡൽഹി പോലെ ഒരു വലിയ സിറ്റിയിൽ വളർന്ന അവൾ വളരെ മോഡേൺ ആയിരുന്നു. അങ്ങനെ അവർ ലിവിങ് ടുഗെദറായി ജീവിതം ആരംഭിച്ചു. പാരാനോർമൽ ആക്ടിവിറ്റി ഗവേഷണം നടത്തിവന്ന രാഹുൽ മിശ്ര ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. അതിനു കാരണം അമാനുഷിക ശക്തിയുടെ പിന്നാലെ പോയതുകൊണ്ടാണെന്ന് സ്റ്റെല്ല മനസ്സിലാക്കി. അങ്ങനെ അവൾ ആ ശക്തിക്കെതിരെ പ്രതികാരം ചെയ്യാൻ ദുർമന്ത്രവാദം പഠിക്കാൻ തീരുമാനിക്കുന്നു. ഞാനും ജോസഫും ക്രിസ്റ്റി പറയുന്നത് കേട്ട് വിശ്വാസം വരാതെ നോക്കി നിന്നു. അപ്പോഴാണ് അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നത് അറിഞ്ഞത്. കുഞ്ഞു ജനിച്ച ശേഷം മാത്രം തുടർ പഠനം മതിയെന്ന് അവൾ തീരുമാനിച്ചു. മകളെ ഇനി ഡൽഹിയിൽ നിർത്തേണ്ട എന്നും നാട്ടിൽ വന്ന് അവളുടെ വിവാഹം നടത്താനും സജിയും ഭാര്യയും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ഡൽഹിയിൽ ഉള്ളതെല്ലാം വിറ്റ് ഇവിടെ നാട്ടിലെത്തി. പക്ഷേ ക്രിസ്റ്റി പറഞ്ഞു നിർത്തി. അല്ല ക്രിസ്റ്റി, അപ്പോൾ പിന്നെ അവർ എന്തിന് ആത്മഹത്യ ചെയ്തു? ഞാൻ ചോദിച്ചു. ക്രിസ്റ്റി സോഫയിലിരുന്നു ഞങ്ങളുടെ പിന്നിലേക്ക് നോക്കി. പക്ഷേ അവിടെ ഒന്നും കാണാൻ എനിക്കും ജോസഫിനും സാധിച്ചില്ല. അവർ ആത്മഹത്യ ചെയ്തതല്ല. ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പ്ലാൻഡായി അവരെ ഇല്ലാതാക്കിയതാ. അല്ലേ, ഇത് ക്രിസ്റ്റിക്കെങ്ങനെ? എല്ലാ തെളിവുകളും ആത്മഹത്യ തന്നെയെന്ന നിഗമനമായിരുന്നു. അല്ലാതെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. ഞാൻ ക്രിസ്റ്റിയോട് പറഞ്ഞു. അതേ റാഷി, എന്നോട് ഈ കാര്യം പറഞ്ഞത് സ്റ്റെല്ലയുടെ ആത്മാവാണ്. അവൾ ഇവിടെ നമ്മുടെ അടുത്തുണ്ട്, നമുക്കൊപ്പമുണ്ട്, ക്രിസ്റ്റി പറഞ്ഞു. ഞാനും ജോസഫും ഞെട്ടലോടെ ചുറ്റും നോക്കി. ആരാണവരെ? ജോസഫ് വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. അപ്പോഴേക്കും ആ ബംഗ്ലാവിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. അടച്ചിട്ട ആ മുറിയുടെ വാതിൽ ആരോ വലിച്ചു തുറന്നതുപോലെ തുറന്നടഞ്ഞു. എന്താണ് ക്രിസ്റ്റി ഈ സംഭവിക്കുന്നത്? ഞാൻ പേടിയോടെ ചോദിച്ചു. ക്രിസ്റ്റിയുടെ കണ്ണുകളിൽ ആദ്യമായി ഒരു നടുക്കം ഞാൻ കണ്ടു. എന്താണ് ക്രിസ്റ്റി? ജോസഫ് പേടിയോടെ ചോദിച്ചു. ഇക്കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ സ്റ്റെല്ലയുടെ ആത്മാവ്
കോപം കൊണ്ട് പോയതാണ്. ഒരാത്മാവല്ലേ, രണ്ടാത്മാക്കൾ ചേർന്ന അപൂർവ ശക്തിയായി, ക്രിസ്റ്റി പറഞ്ഞു. ആരാണവരെ? ജോസഫ് ചോദിച്ചു. ജോസ്. അത് ജോസാണ്. അയാൾ സ്വത്തിനു വേണ്ടിയാണ് അവരെ ഇല്ലാതാക്കിയത്. പക്ഷേ തെളിവില്ലാതെ എങ്ങനെ? ജോസഫ് ചോദിച്ചു. സജിയുടെ വീട്ടിൽ വന്ന അന്ന് മുതൽ ജോസ് അതിനുള്ള പ്ലാൻ തുടങ്ങി. ഒന്നിച്ചു മാത്രം ഭക്ഷണം കഴിക്കുന്ന ശീലമായിരുന്നു സജിക്കും കുടുംബത്തിനും. അത് മനസ്സിലാക്കിയ ജോസ് വൈകുന്നേരം കഴിക്കാനുള്ള ഭക്ഷണത്തിൽ അവർ അറിയാതെ പൊട്ടാസ്യം സയനൈഡ് ചേർത്തു. ക്രിസ്റ്റി ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ അങ്ങനെയെങ്കിൽ ആ ആത്മാക്കൾ എന്താണ് ജോസിനെയും ജോസിന്റെ വീട്ടിലും പ്രശ്നമുണ്ടാക്കാത്തത്? ജോസഫ് എന്നെ നോക്കിയ ശേഷം ക്രിസ്റ്റിയോട് ചോദിച്ചു. ആ ആത്മാക്കൾക്കെന്നല്ല, ഒരു സൂപ്പർ നാച്ചുറൽ നെഗറ്റീവ് എനർജിക്കും ജോസിനെ ഒന്നും ചെയ്യാനാവില്ല. അതുപോലെ ആ വീട്ടിലും പ്രവേശിക്കാനും പറ്റില്ല, ക്രിസ്റ്റി നിസ്സഹായനായി പറഞ്ഞു. എന്താണ് ക്രിസ്റ്റി, അവിടെ വല്ല രക്ഷയുമുണ്ടോ? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. ക്രിസ്റ്റി ഞങ്ങളെ ഒന്ന് നോക്കി. രക്ഷ? അതെ, പക്ഷേ അത് ജോസിനുള്ള രക്ഷയല്ല. എന്താണ് മനസ്സിലായില്ല? തെളിച്ചു പറയൂ ക്രിസ്റ്റി, ജോസഫ് പറഞ്ഞു. സാധാരണഗതിയിൽ ദൈവികമായ രക്ഷകളാണ് എല്ലാവരും ചെയ്യുക. എന്നാൽ ദുരാത്മാക്കളിൽ നിന്ന് രക്ഷ നേടാൻ ജോസിന്റെ വലിയ മുത്തച്ഛൻ ചെയ്തത് കൊടിയ പിശാചുകളെ കൊണ്ടുള്ള കാവലാണ് ആ കുടുംബത്തിനുള്ളത്. അത് നിലനിൽക്കെ ഒരാത്മാവിനും അവിടെ പ്രവേശിക്കാനോ അതുപോലെ ആ കുടുംബത്തിലുള്ള ആളുകളെ ഒന്നും ചെയ്യാനോ സാധിക്കില്ല. ഇനി എന്താണ് ഒരു പോംവഴി? ഞാൻ ചോദിച്ചു. പക്ഷേ എന്തായാലും അയാൾക്ക് ജീവാപായം ഉണ്ടാവരുത്, ജോസഫ് ഞങ്ങളോട് പറഞ്ഞു. എന്താണ് ജോസഫ് ഈ പറയുന്നത്? ജോസ് ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അയാൾക്ക് കിട്ടരുതെന്നാണോ? ഞാൻ ജോസഫിനോട് ചോദിച്ചു. അതല്ല, നമ്മൾ കാരണം ഒരാളുടെ ജീവൻ നഷ്ടമായാൽ അത് ദൈവത്തിന് മുന്നിൽ പാപമല്ലേ? ജോസഫ് ചോദിച്ചു. അതെ, അത് പാപമാണ്, ക്രിസ്റ്റി പറഞ്ഞു. ആത്മാവിന് ശാന്തി ലഭിക്കുന്ന ഒരു കർമ്മം, അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? ക്രിസ്റ്റി ജോസഫിനോട് ചോദിച്ചു. അതെ, പക്ഷേ അനിവാര്യമായ വിധി, അത് നമുക്ക് പ്രവചിക്കാനാവില്ല. ഏതായാലും എനിക്ക് ജോസിനെ ഒന്ന് കാണണം, പറ്റിയാൽ ഇപ്പോൾ തന്നെ, ക്രിസ്റ്റി ഞങ്ങളോട് പറഞ്ഞു. അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ, ഞാൻ ക്രിസ്റ്റിയോട് പറഞ്ഞു. ഏതായാലും ഈ പ്രശ്നം അതൊഴിവാക്കാൻ അയാളെ കണ്ടേ മതിയാവൂ, ക്രിസ്റ്റി പറഞ്ഞു. ഇത് പറഞ്ഞ് ക്രിസ്റ്റി കാറിന്റെ അടുത്തേക്ക് നടന്നു. ഞാനും ജോസഫും പരസ്പരം നോക്കി. പിന്നെ ക്രിസ്റ്റിയെ പിന്തുടർന്ന് കാറിൽ കയറി. കാർ റോഡിലേക്ക് തിരിഞ്ഞു. അല്പം കഴിഞ്ഞ് ജോസിന്റെ വീട്ടുമുറ്റത്തെത്തി. ഞാനും ജോസഫും ഇറങ്ങി. ജോസഫ് കോളിംഗ് ബെൽ അമർത്തി. അല്പം കഴിഞ്ഞ് ജോസ് വാതിൽ തുറന്നു. ആ, എന്താ രണ്ടുപേരും പതിവില്ലാതെ ഈ വഴി? ബംഗ്ലാവ് വിൽക്കാൻ തീരുമാനിച്ചോ? ജോസ് ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. അല്ലേ ജോസേട്ടാ, ഞങ്ങൾ... ജോസഫ് പറയാൻ തുടങ്ങിയതും ക്രിസ്റ്റി കാറിന്റെ ഡോർ തുറന്ന് ഇറങ്ങി. ക്രിസ്റ്റിയുടെ കാൽ ആ മുറ്റത്ത് പതിഞ്ഞതും അന്തരീക്ഷമാകെ ഒന്ന് മാറി. മണൽ പറത്തി ഒരു കാറ്റ് ആഞ്ഞു വീശി. വീടിന്റെ വശത്തു നിന്ന ആകാശം മുട്ടെ ഉയരമുള്ള മരത്തിൽ നിന്ന് കടവവ്വാലുകൾ പറന്നുയർന്നു. ക്രിസ്റ്റി വീടിന്റെ മുന്നിലേക്ക് വന്നു. ഇതാരാണ്? ജോസ് ഞങ്ങളോട് ചോദിച്ചു. ഇത് ക്രിസ്റ്റി, ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഞാൻ പറഞ്ഞു. ഞാൻ ജോസഫിന്റെ പാർട്ട്ണറാണ്. ക്ലിനിക്കിലെ കാര്യങ്ങൾ പറയാൻ വന്നതാ. അപ്പോൾ പിന്നെ ജോസേട്ടനെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. ഞാൻ ക്രിസ്റ്റഫർ റോസാരിയോ. ഇത് പറഞ്ഞ് ക്രിസ്റ്റി ജോസിന് നേരെ കൈ നീട്ടി. ജോസ് കൈ നീട്ടി. ക്രിസ്റ്റിക്ക് ഹസ്തദാനം നടത്തി. പെട്ടെന്ന് ഷോക്കേറ്റതുപോലെ അയാൾ കൈ വലിച്ചു. ജോസേട്ടന്റെ കുടുംബം? ക്രിസ്റ്റി ചോദിച്ചു. ഇവിടെ ആരുമില്ല, ഭാര്യയും മക്കളും ധ്യാനത്തിന് പോയി. ആ, നിങ്ങൾ കയറി വാ, ജോസ് ക്ഷണിച്ചു. ഇല്ല, ഇനിയൊരിക്കലാവാം, ഞങ്ങൾ ഇറങ്ങുക, ക്രിസ്റ്റി ജോസിനോട് പറഞ്ഞു. തിരിഞ്ഞു നടന്ന ക്രിസ്റ്റിയുടെ പിന്നാലെ ഒന്നും മനസ്സിലാവാതെ ഞാനും ജോസഫും നടന്നു. ഞങ്ങളും ക്രിസ്റ്റിക്കൊപ്പം കാറിൽ കയറി. അപ്പോഴും ജോസ് ഞങ്ങളെ നോക്കി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ജോസ് കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിൽ വെച്ചു. പിന്നെ സിഗരറ്റിന് തീ കൊളുത്തി പുക ആഞ്ഞു വലിച്ച് ഊതി.
എന്നാലും അവന്മാരുടെ കൂടെ വന്ന ആ ക്രിസ്റ്റി അയാളൊരു സാധാരണ മനുഷ്യനല്ലെന്ന് തോന്നുന്നു. ജോസ് ചിന്തിച്ചുകൊണ്ട് തൻ്റെ വലത് കൈയിൽ നോക്കി. അയാൾ കൈ പിടിച്ചപ്പോ എന്തോ ഒരു ഷോക്ക് പോലെ. ആ പോട്ടെ പുല്ല്, ജോസ് സ്വയം പറഞ്ഞു. അതേസമയം ജോസിന്റെ മുറിയിൽ ജോസിന്റെ പ്രതിബിംബം തെളിഞ്ഞ കണ്ണാടിയിൽ ഒരു വിള്ളൽ വീണിരുന്നു. എന്താണ് ക്രിസ്റ്റി, എന്തിനാ അവിടെ പോയത്? പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുന്നത്? ഞാൻ ചോദിച്ചു. ക്രിസ്റ്റി നിഗൂഢമായി ഒന്ന് മന്ദഹസിച്ചു. പിന്നെ ഞങ്ങളെ നോക്കി. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് രാത്രിയോടെ അവസാനിക്കും. നാളെ നേരം പുലർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബംഗ്ലാവ് ഒരു പുതിയ വീട് പോലെയാവും. അതല്ല, ഇന്ന് രാത്രിയിൽ നടക്കുന്ന കർമ്മങ്ങൾ എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ പിന്നെ ഈ ജന്മം നമുക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല, ക്രിസ്റ്റി പറഞ്ഞു. എന്ത് കർമ്മം? എന്താണ് ചെയ്യാൻ പോകുന്നത്? ജോസഫ് അന്താളിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ആ വീട്ടിൽ പോയ സമയം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ കുറച്ചു സമയം കഴിഞ്ഞാണ് കാറിൽ നിന്നിറങ്ങിയത്. അതെ, ആ വീടിനുള്ള കാവൽ അത് ഏത് ശക്തിയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ചുടലരക്ഷസിനെ ആവാഹിച്ച് അടിമയാക്കിയാണ് കാവലാക്കിയത്. അതിന്റെ കാലാവധി അത് ഈ രാത്രിയുടെ അവസാന യാമത്തിൽ അവസാനിക്കും. അതിനുള്ള മന്ത്രങ്ങളാണ് ഇന്ന് ചെയ്യുക. അതിൽ പിഴച്ചാൽ പിന്നെ എന്നേക്കുമായി നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോകും. ചിലപ്പോൾ നമ്മുടെ ജീവനും, ക്രിസ്റ്റി പറഞ്ഞു. വേണ്ട ക്രിസ്റ്റി, ഇത്രയും വലിയ ഒരു റിസ്ക്. എല്ലാം പൊയ്ക്കോട്ടെ, സാരമില്ല. കിട്ടുന്ന വിലയ്ക്ക് ഈ ബിൽഡിംഗ് ജോസിന് കൊടുത്തേക്കാം, ജോസഫ് പറഞ്ഞു. ക്രിസ്റ്റി ഞങ്ങളെ നോക്കി. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല. ഇത് നമ്മുടെ നിയോഗമാണ്. ആരാലും അറിയപ്പെടാതെ പോയ കൊലപാതകം, അപമൃത്യുവിനിരയായ 4 ആത്മാക്കൾ. അവരുടെ ശാന്തിക്കായി നമുക്കിത് ചെയ്തേ പറ്റൂ, ക്രിസ്റ്റി പറഞ്ഞു. അതിനെന്താണ് ചെയ്യുക? ഞാൻ ചോദിച്ചു. ഇന്നിവിടെ ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചുടലരക്ഷസിനെ സ്വതന്ത്രരാക്കുക. അതോടെ ഇവിടെയുള്ള ആത്മാവ് ആ വീട്ടിലേക്ക് കുടിയേറും. അതോടെ ജോസ് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കും, ക്രിസ്റ്റി പറഞ്ഞു. ഹേയ് ക്രിസ്റ്റി, അയാളുടെ ജീവൻ അപകടത്തിലാവുമോ? ജോസഫ് വേവലാതിയോടെ ചോദിച്ചു. എല്ലാം ദൈവത്തിന്റെ കൈകളിൽ, ക്രിസ്റ്റി ഞങ്ങളോട് പറഞ്ഞു. അന്ന് പതിവില്ലാതെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ജോസിന്റെ മനസ്സിൽ തോന്നി. അയാൾ പതിവ് പോലെ മദ്യമൊഴിച്ച ഗ്ലാസ് കയ്യിലെടുത്തു. ഇതേ സമയം ക്രിസ്റ്റി താഴെയുള്ള മുറിയിൽ കയറി. ശേഷം ഞങ്ങളോട് പറഞ്ഞു. ഈ മുറിയിൽ ഞാൻ പറയാതെ ആരും പ്രവേശിക്കരുത്. അതുപോലെ ഞാൻ തിരിച്ചു വരും വരെ ആരും ശല്യപ്പെടുത്താനും പാടില്ല, ക്രിസ്റ്റി ഞങ്ങളോട് പറഞ്ഞു. ഞാനും ജോസഫും നോക്കി നിൽക്കെ ക്രിസ്റ്റി ആ മുറിയിൽ കയറി വാതിലടച്ചു. സമയം കടന്നുപോയി. ഇതേ സമയം ജോസിന്റെ വീടിന്റെ ചുറ്റും മണൽ ഒരു തൂണു പോലെ ഉയർന്നു പൊങ്ങി. അത് ഒരു ചുഴലി പോലെ ചുറ്റിത്തിരിഞ്ഞു. അല്പം കഴിഞ്ഞു ആ ചുഴലിക്കാറ്റിൽ മണൽ ഇളകിമറിഞ്ഞു. വീടിന്റെ 4 വശങ്ങളിലും നിന്ന് 4 തകിടുകൾ പുറത്തേക്ക് തെറിച്ചു വീണു. അവയിൽ നിന്ന് പുകച്ചുരുളുകൾ ഉയർന്നു. അല്പം കഴിഞ്ഞ് നടുമുറ്റത്ത് നിന്ന് ഒരു വായ മൂടിക്കെട്ടിയ നിലയിൽ ഒരു മൺകുടം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അതിൽ നിന്ന് നീലജ്വാലകൾ പുറത്തേക്ക് ബഹിർഗമിച്ചു. ഒരു പൊട്ടിത്തെറിയോടെ ആ കുടം ചിന്നിച്ചിതറി. അതേസമയം ജോസിന്റെ കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീണുടഞ്ഞു. തന്റെ ചുറ്റും എന്തോ ഒരു പുക നിറയുന്നത് പോലെ ജോസിന് തോന്നി. കണ്ണുകൾ തിരുമ്മി അയാൾ ചുറ്റും നോക്കി. അതെ, പുകപടലം. കസേരയിൽ നിന്ന് ജോസ് എണീക്കാൻ നോക്കിയെങ്കിലും ആരോ ബന്ധിച്ചതുപോലെ ആയിരുന്നു അയാൾക്ക് തോന്നിയത്. എവിടെ നിന്നോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അവിടെ മുഴങ്ങി. ഭയന്ന് ജോസ് നിലവിളിച്ചു. അല്പം കഴിഞ്ഞ് ആ പുകപടലത്തിൽ ഒരു രൂപം തെളിഞ്ഞു. കാണെ കാണെ ആ രൂപം വലുതായി ജോസിന്റെ മുന്നിൽ പ്രത്യക്ഷമായി. ഭയം നിറഞ്ഞ കണ്ണുകളോടെ അയാൾ ആ രൂപത്തിൽ നോക്കി. ഒരു സ്ത്രീരൂപം. അവളുടെ വീർത്തുന്തിയ വയറിൽ ഒരു കുഞ്ഞു രൂപം. കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളും രക്തമിറ്റു വീഴുന്ന അധരങ്ങളുമായി അവൾ ജോസിനെ നോക്കി. നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിക്കണം, ചിലമ്പിച്ച ശബ്ദത്തിൽ ആ രൂപം അവ്യക്തമായി പറഞ്ഞു. എന്നെ കൊല്ലല്ലേ, ജോസ് പേടിയോടെ നിലവിളിച്ചു.
ആ രൂപം ജോസിന്റെ കഴുത്തിൽ പിടിച്ച് ഒരു കോഴിക്കുഞ്ഞിനെ എന്നവണ്ണം അയാളെ തൂക്കിയെടുത്ത് ചുവരിലെറിഞ്ഞു. പിടഞ്ഞെണീറ്റ ജോസ് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. കാർ സ്റ്റാർട്ട് ചെയ്ത് അയാൾ ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ ഓടിച്ചു. ക്ലിനിക്കിന്റെ പുറത്ത് ഒരു കാറ് വന്ന ശബ്ദം കേട്ട് ഞാനും ജോസഫും പുറത്തേക്കോടി. പരിഭ്രമിച്ചുകൊണ്ട് ജോസ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നെ രക്ഷിക്കണം. അവൾ സ്റ്റെല്ലയുടെ ആത്മാവ് എന്നെ കൊല്ലും, അയാൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റി പുറത്തേക്ക് വന്നു. പേടിക്കേണ്ട, അവൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പക്ഷേ ചെയ്ത കുറ്റം നിയമത്തിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ശിക്ഷയും സ്വീകരിക്കുക. എങ്കിൽ എങ്കിൽ മാത്രം നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും, ക്രിസ്റ്റി പറഞ്ഞു. എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ കൊല്ലരുത്, ജോസ് കേണപേക്ഷിച്ചു. അപ്പോഴേക്കും പോലീസ് ജീപ്പ് ക്ലിനിക്കിലെത്തി. ഞാനും ജോസഫും അമ്പരന്നു നിന്നു. ഇതെങ്ങനെ പോലീസ് ജീപ്പ് ഇപ്പോ ഇവിടെ എത്തി? ഞാൻ ജോസഫിനോട് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല, ജോസഫ് പറഞ്ഞു. ഞങ്ങളൊന്നും മനസ്സിലാവാതെ നിന്നു. സാർ, ഞാനാ സജിയെയും കുടുംബത്തെയും കൊന്നത്. ഏത് കോടതിയിലും ഞാൻ ഏറ്റുപറയാം, ജോസ് സർക്കിൾ ഇൻസ്പെക്ടർ സാബു ചെറിയാനോട് പറഞ്ഞു. അറസ്റ്റ് ഹിം, അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞു. താങ്ക്സ് ക്രിസ്റ്റി, ആത്മഹത്യയായി കരുതിയ കേസാണ് നിങ്ങളുടെ കഴിവ് കൊണ്ട് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റിക്ക് കൈകൊടുത്തു. പോലീസ് ജീപ്പ് ജോസിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അല്ല ക്രിസ്റ്റി, എന്താണിവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ സമയം പോലീസ് വന്നത്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ക്രിസ്റ്റി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ മന്ത്രവിധി പ്രകാരം ജോസിന്റെ വീടിന്റെ കാവലായ ശക്തിയെ മോചിപ്പിച്ചു. പക്ഷേ അടിമയാക്കിയ ആ കുടുംബത്തോടുള്ള പകയുമായി നിന്ന ശക്തിയെ ഞാൻ മന്ത്രവിധി പ്രകാരം ശക്തമാക്കി പ്രകൃതിയിൽ ലയിപ്പിച്ചു. അതേസമയം സ്റ്റെല്ലയുടെ ആത്മാവ് ജോസിന്റെ വീട്ടിൽ പ്രവേശിച്ചു. ജോസിനെ കൊന്ന് പ്രതികാരം ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് സ്റ്റെല്ലയുടെ ആത്മാവിനെ ഞാൻ പിന്തിരിപ്പിച്ചു. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ധാരണയുടെ പേരിൽ. അതാണ് ഞാൻ ജോസഫിന് തന്ന വാക്ക്. നമ്മൾ മൂലം ജോസിന് ഒരു ജീവപായം ഉണ്ടാവില്ല എന്ന്. ജോസ് പേടിച്ചിറങ്ങിയത് ഞാൻ എൻ്റെ ശക്തി കൊണ്ടറിഞ്ഞു. എനിക്കറിയാമായിരുന്നു, ഈ ബംഗ്ലാവിൽ വെച്ച് ജോസ് ചെയ്ത പാപം അതിന് പ്രതിവിധിയായി ഇവിടെ വരുമെന്ന്. ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ സാബു ചെറിയാൻ എൻ്റെ സുഹൃത്താണ്. ഒരുപാട് കേസുകൾക്ക് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്, ക്രിസ്റ്റി ഞങ്ങളോട് പറഞ്ഞു. അല്ല, എന്താണ് സ്റ്റെല്ലയുടെ ആത്മാവുമായി ഉണ്ടാക്കിയ കരാർ? ജോസഫ് ചോദിച്ചു. ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു. അത് അതൊരു രഹസ്യമായി ഇരിക്കട്ടെ, ക്രിസ്റ്റി പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞു. തെളിവെടുപ്പുകളെല്ലാം കഴിഞ്ഞ് ജീവപര്യന്തം തടവ് കോടതി വിധിച്ചു. ജോസഫ് ക്ലിനിക്ക് റീഓപ്പൺ ചെയ്തു. അന്ന് ഞാനും ക്രിസ്റ്റിയും ക്ലിനിക്കിൽ വന്നു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇച്ചായ, ഒന്നിങ്ങ് വന്നേ, നാൻസി പെട്ടെന്ന് ജോസഫിനെ വിളിച്ചു. എന്താണ് നാൻസി? ജോസഫ് ചോദിച്ചു. അത് കൺഫേം ചെയ്ത ശേഷം പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് സംശയമുണ്ടായിരുന്നു, നാൻസി പറഞ്ഞു. എന്താണ്? ജോസഫ് ചോദിച്ചു. അതിച്ചായ, നമ്മൾ അപ്പനും അമ്മയും ആവാൻ പോകുന്നു, നാൻസി പറഞ്ഞു. സത്യം? ജോസഫ് സന്തോഷം കൊണ്ട് ഉറക്കി ചോദിച്ചു. റാഷി, ക്രിസ്റ്റി, സന്തോഷ വർത്തമാനമുണ്ട്. ഞാൻ അപ്പനാവാൻ പോണു. 5 വർഷത്തെ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു, ജോസഫ് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻ, ഞാനും ക്രിസ്റ്റിയും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജോസഫിനോട് യാത്ര പറഞ്ഞിറങ്ങി. ക്രിസ്റ്റി കാർ ഡ്രൈവ് ചെയ്തു. എന്നാലും ക്രിസ്റ്റി, അന്ന് എന്താണ് ഉണ്ടായത്? എങ്ങനെയാണ് ജോസിനെ ആത്മാവിൽ നിന്ന് രക്ഷിച്ചത്? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, അത് രഹസ്യമായിരിക്കട്ടെ, ക്രിസ്റ്റി പറഞ്ഞു. ആ ദിവസം ക്രിസ്റ്റി ഓർത്തു. സ്റ്റെല്ലയുടെ ആത്മാവ് അത്യധികം കോപത്തിലായിരുന്ന സമയം ജോസിന്റെ ജീവനെടുക്കാൻ മാത്രം പകയോടെ നിന്ന ആത്മാവ് ജനിക്കാതെ പോയ ആ കുഞ്ഞു ജീവനെ ജോസഫിന് കൊടുത്തുകൂടെ? നിന്നിലൂടെ ലോകം കാണാതെ പോയ ആ ആത്മാവ് ഒത്തിരി ആഗ്രഹിച്ചില്ലേ? ജോസിന്റെ ശിക്ഷ, അത് അയാൾക്കുള്ള അന്ത്യവിധി നടക്കും. ഈ കാര്യങ്ങൾ എന്നിൽ മാത്രം, ക്രിസ്റ്റി പറഞ്ഞത് ഓർത്തു. എന്താണ് ക്രിസ്റ്റി ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല, ക്രിസ്റ്റി പറഞ്ഞു. പെട്ടെന്ന് ക്രിസ്റ്റിയുടെ മൊബൈൽ റിങ് ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ സാബു ചെറിയാനായിരുന്നു. ക്രിസ്റ്റി കാർ സൈഡിൽ പാർക്ക് ചെയ്ത ശേഷം കോൾ അറ്റൻഡ് ചെയ്തു.
എപ്പോ? ഏ? ഓക്കെ. ക്രിസ്റ്റി കാൾ കട്ട് ചെയ്തു. എന്നെ നോക്കി. ജോസ് ജോസ് ആത്മഹത്യ ചെയ്തു. ക്രിസ്റ്റി എന്നെ നോക്കി പറഞ്ഞു. എപ്പോ? ഞാൻ വിശ്വാസം വരാതെ ചോദിച്ചു. അറസ്റ്റിന് ശേഷം അയാൾ ആകെ പരിഭ്രമത്തിലായിരുന്നു. ഒരു തരം മെന്റൽ ഷോക്ക്. അവസാനം അയാൾ സെല്ലിൽ തൂങ്ങി മരിച്ചു. ക്രിസ്റ്റി പറഞ്ഞു. അതെ, അനിവാര്യമായ അയാളുടെ വിധി, ക്രിസ്റ്റി പറഞ്ഞു. അന്ന് രാത്രിയിൽ ജോസഫും നാൻസിയും വളരെ സന്തോഷത്തിലായിരുന്നു, ജനിക്കാൻ പോകുന്ന അവരുടെ കൺമണിയെ ഓർത്ത്. അതേസമയം ക്ലിനിക്കിലെ ആ മുറിയിൽ ഭിത്തിയിൽ ഒരു രൂപം തെളിഞ്ഞു. അത് കാണെ കാണെ സ്റ്റെല്ലയുടെയും കൂടെ ഒരു കുഞ്ഞിൻ്റെയും രൂപമായി മാറി. അത് ഒരു നീലപ്രകാശമായി മാറി. പിന്നെ പതിയെ അത് നാൻസിയിൽ ലയിച്ചു. ജനിക്കും മുൻപ് മരണപ്പെട്ട ആ ആത്മാവ് വീണ്ടും പുനർജനിച്ചു. അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു ജീവനായി.